ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് മാണ്ഡ്യ വൈദ്യുതി പ്രകടനത്തിൽ 31ാമത്തെ കാര്യം. സ്വപ്നമായി യഥാ ദൃഷ്ടേ ഗന്ധർവനഗരം യഥാ തഥാ വിശ്വമിദം ദൃഷ്ടം വേദാന്തേഷു വിചക്ഷണൈഃ. യദേതദ്വൈതസ്യ അസത്വമുക്തം യുക്തിതഃ തദേതദ് വേദാന്തപ്രമാണ അവഗതം ഇത്യാഹ. ദ്വൈതം അസത്വമാണെന്നുള്ളത് യുക്തിയിലൂടെ സമർത്ഥിച്ചു. അത് തന്നെ വേദാന്ത പ്രമാണത്തിലൂടെയും അറിയുന്നത്. വേദാന്ത പ്രമാണം എന്ന് പറയുമ്പോൾ ഉപനിഷത്തും അത് തന്നെയാണ് ബോധിപ്പിക്കുന്നതെന്നാണ്. സ്വപ്നശ്ച മായാച സ്വപ്നമായി അസത് വസ്തുവാത്മികേ അസത്യോ സദ്വസ്തുവാത്മികൈവ ലക്ഷ്യേതേ അവിവേകിഭി. സ്വപ്നം മായ ഇതെല്ലാം അസത്താണ്. മായ എന്ന് പറഞ്ഞ ഇന്ദ്രജാലം അതെല്ലാം അസത്താണെങ്കിലും സത്ത് പോലെ അവിവേകികൾക്ക്, ബാലന്മാർക്കും മറ്റും അങ്ങനെ തോന്നുന്നു, സത്യമാണെന്ന് തോന്നുന്നു. പരമാർത്ഥത്തിൽ അസത്യമാണെങ്കിലും യഥാച പ്രസാരിത പണ്യാപണ ഗൃഹപ്രാസാദ സ്ത്രീ പും ജനപദ വ്യവഹാരാകീർണമിവ ഗന്ധർവനഗരം ദൃശ്യമാനമേവ സത് അകസ്മാത് അഭാവതാം ഗതം ദൃഷ്ടം. ഗന്ധർവനഗരം പോലെ എന്ന് പറയുന്നു. ഗന്ധർവനഗരം എന്ന് പറയുന്നത് വിജനമായ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് അനുഭവപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഗന്ധർവനഗരം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അവിടെ ഇല്ല. വിജനമായ സ്ഥലത്ത് സഞ്ചരിക്കുന്ന ഒരാൾ അടുത്ത് ജനവാസമുള്ള ഒരു സ്ഥലത്ത് പ്രതീക്ഷിച്ചിങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് വളരെ വിശാലമായ പണ്യ ആപണ ഗൃഹ പ്രാസാദ മാളികകൾ, വീടുകൾ, കച്ചവട സ്ഥലങ്ങൾ, കച്ചവട സാധനങ്ങൾ, സ്ത്രീ പുംജന, സ്ത്രീകൾ പുരുഷന്മാരെല്ലാം ചേർന്ന വലിയൊരു ജനപദം, വലിയൊരു നഗരം, വ്യവഹാരാകീർണമോ അവിടെ പലതരത്തിലുള്ള യഥാർത്ഥത്തിലൊരു നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ കാണപ്പെടുമെന്നു നമ്മൾ സാധാരണ കാണാറില്ല. കാരണം ഇന്ന് വിജനമായ സ്ഥലങ്ങളില്ല. നമ്മൾ വിജനമായ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാറുണ്ട്. പഴയകാലത്ത് വിജനമായ സ്ഥലങ്ങൾ കൂടുതലായിരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ദീർഘം യാത്ര ചെയ്യേണ്ടി വരും. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അകസ്മാത് പെട്ടെന്ന് വിഭ്രാന്തിയാണ്. ഒരുപക്ഷെ താൻ അങ്ങനെ കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലം ആഗ്രഹിച്ച് നടക്കുമ്പോൾ തന്റെ മനസ്സിൽ തന്റെ കണ്ട സ്ഥലത്തെക്കുറിച്ചുള്ള ആ സംസ്കാരം കൊണ്ട് പെട്ടെന്ന് പ്രകടമാകുന്ന ഒന്നാണ്. അതാണ് ഗന്ധർവനഗരം എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നില്ല, പക്ഷെ എല്ലാം ഉള്ളതുപോലെ തോന്നും. അങ്ങനെ സംഭവിക്കാം എന്ന് പറയുന്നു. ഞാനെന്തായാലും കണ്ടിട്ടില്ല, പണ്ടുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മളാരും കാണാൻ വഴിയില്ല. കാരണം ഇന്ന് വിജനമായ സ്ഥലങ്ങളില്ലാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ കാണാം എന്ന് പറയുന്നു. മരുമരീചിക പോലെ. അത് ഇതിന് സമാനമായിട്ടാണ്. അവിടെ ജനമില്ല, പക്ഷെ മരുഭൂമിയിലാണ്. ജലമുള്ളതുപോലെ, ജലം മാത്രമല്ല, മരുമരീചിയെക്കുറിച്ച് പറയുന്ന വെറും ജലം കാണുന്നു എന്നല്ല, അവിടെ വൃക്ഷങ്ങളും ജലവും എല്ലാം ഒരുമിച്ച് കാണും. അങ്ങനെ സംഭവിക്കാം. വിഭ്രാന്തി എന്നല്ലാതെ അതിന് വേറെ സമാധാനമില്ല.
അതുപോലെ ഗന്ധർവ നഗരം സംഭവിക്കാം. ജലമില്ലാത്തടത്ത് ജലത്തിന്റെ അനുഭവം ഉണ്ടാകും. എന്റെ മനസ്സ് തന്നെയാണ് കാരണം. ജലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും അതിന്റെ സംസ്കാരവും മറ്റ് പല സാഹചര്യങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ ജലമില്ലാത്തടത്ത് ജലം കാണുന്നു. അതുപോലെ മനുഷ്യരില്ലാത്തടത്ത്, നഗരമില്ലാത്തടത്ത് നഗരത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു. അതാണ് ഗന്ധർവ നഗരം എന്ന് പറയുന്നത്. അസത്യമായതുകൊണ്ടാണ് അതിന് ഗന്ധർവ നഗരം എന്ന്. ഗന്ധർവൻ സൃഷ്ടിച്ച നഗരമാണ്, മനുഷ്യൻ സൃഷ്ടിച്ചതല്ല എന്നുള്ള രീതിയിൽ. ദൃശ്യമാനമേവ സത്, അതങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക തന്നെ. അകസ്മാത് അഭാവതാം ഗതം ദൃഷ്ടം, പെട്ടെന്നത് ഇല്ലാതായി പോകുന്നതായി കാണുന്നു. യഥാച സ്വപ്നമായി ദൃഷ്ടേ അസത് രൂപേ തഥാ വിഷമിതം ദ്വൈതം സമസ്തം അസത് ദൃഷ്ടം. സ്വപ്നവുമായി അനുഭവപ്പെടുന്നത് തന്നെയാണ്. ദൃഷ്ടേ അനുഭവമാണതല്ല. സ്വപ്നം നമ്മുടെ മനോരഥമോ ഭാവനയൊന്നുമല്ല, അനുഭവമാണ്. ഇന്ദ്രജാലവും സ്വന്തം അനുഭവമാണ്, കാണുന്നവന്റെ അനുഭവമാണ്, പ്രത്യക്ഷമായ അനുഭവം. പക്ഷെ അത് പിന്നീട് തിരിച്ചറിയുന്നത് എന്താണത്? അസത്താണ്, പരമാർത്ഥമല്ല. തഥാ വിശ്വമിതം ദ്വൈതം സമസ്തം അസത്. അതുപോലെ ഈ പ്രപഞ്ചം സമസ്തവും പ്രത്യക്ഷമായി അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് പരമാർത്ഥമല്ല. ഇതെവിടെയാണ് ഇങ്ങനെ പ്രതിപാദിക്കുന്നത്? തന്റെ അനുഭവത്തിൽ സത്യമാണ് അനുഭവപ്പെടുന്നത്, അസത്യമെന്നുള്ള അനുഭവമൊന്നുമില്ല എന്ന് പറയുന്നു. വേദാന്തേഷു അത് ശ്രുതിയിൽ പറയുന്നു. തന്റെ അനുഭവത്തിലല്ല, ശ്രുതിയുടെ കാര്യം പറയുന്നു. ഇത് പരമാർത്ഥം അല്ല. നേഹം നാനാസ്തി കിഞ്ചന ഇന്ദ്രോ മായാഭി ആത്മീയവേദം അഗ്ര ആസീ ബ്രഹ്മവേദം അഗ്ര ആസീ ദ്വിതീയാദ്വൈ ഭയം ഭവതി നോ തദ്വിതീയമസ്തി എത്ര അസ്യ സർവം ആത്മീയവാഭൂത്. ഇവിടെ എല്ലാം പറയുന്ന ഒരു കാര്യമാണ്. ദേഹ നാനാസ്തി എന്ന് വെച്ചാൽ ഇവിടെ പലതില്ല. പലതനുഭവപ്പെടുന്നതോ അത് പരമാർത്ഥമല്ല. ഇന്ദ്രൻ, ആ ദേവൻ, തന്റെ മായ കൊണ്ട് പല രൂപത്തെ പ്രാപിച്ചിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം. ഒരു ദേവന്റെ തന്നെ വിഭൂതികളാണിത്. ദേവൻ പരമാർത്ഥം, ഇതൊന്നും പരമാർത്ഥമല്ല. ആത്മീയവേദം അഗ്ര ആസീ, കേവലം ഏകം മാത്രമായിരുന്നു. ഏകമായിരുന്ന ആത്മാ പലതായി കാണുന്നതാണ്. ബ്രഹ്മവേദം അഗ്ര ആസീ, അതും അത് തന്നെ പറയുന്നു. ദ്വിതീയാദ്വൈ ഭയം ഭവതി, ഈ ദ്വൈതമാണ് ഭയത്തിന് കാരണം. അദ്വൈതത്തിൽ ഭയമില്ല, ഭയക്കാൻ മറ്റൊന്നില്ല. അതുകൊണ്ട് അദ്വൈത ബോധത്തിൽ എന്തുകൊണ്ട് ഭയം വരുന്നില്ല? ഭയത്തിന് നിമിത്തം വേണം, എന്നാലേ ഭയം വരും. ഭയത്തിന് നിമിത്തമായി രണ്ടാമതൊന്നില്ല. അതുകൊണ്ടത് അഭയമാണ്, ഭയരഹിതമാണ്. ദ്വിതീയമസ്തി, രണ്ടാമതൊന്നില്ല. പരമാത്മാവല്ലാതെ അന്യമൊന്നില്ല. ഇത് എത്ര അസ്യ സർവം ആത്മീയവാഭൂ. ശ്രുതിയിൽ ഇങ്ങനെ പറയുന്നു. ശ്രുതി എന്ന് പറയുന്നു, ഇതിന് ഒരുവൻ എപ്പോഴാണോ സാക്ഷാത്കരിക്കുന്നത്, ഒരുവൻ എപ്പോഴാണോ സർവം ആത്മീയവാഭൂ, ഈ നാനാത്വം മുഴുവൻ ആത്മാവായി തന്നെ അനുഭവപ്പെടുന്നത്, താനായി തന്നെ അനുഭവപ്പെടുന്നത് എന്ന് ശ്രുതി പറയുന്നു. അപ്പോൾ അവിടെ ഞാൻ നീ എന്നുള്ള ഭേദം അവിടെ ഇല്ലാതാകുന്നു. വിചക്ഷണഹി നിപുണതര വസ്തുദർശിഭി പണ്ഡിതൈഹി. ഇക്കാര്യം ശ്രുതി പറയുന്നത് മാത്രമല്ല, വിചക്ഷണന്മാർ, നിപുണന്മാർ, സമർത്ഥന്മാർ, വസ്തുദർശികൾ, പരമാർത്ഥത്തിൽ ഒരു വസ്തുവേ ഉള്ളൂ, അത് സത്യമാണ്, ആ സത്യത്തെ അറിയുന്നവർ,
പണ്ഡിതൈഹി, പണ്ഡിതന്മാർ അവരും ഇത് പറയുന്നു. ആത്മബോധമുള്ളവർ ശ്രുതി പറയുന്നു, ആത്മബോധമുള്ളവർ പറയുന്നു എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നത് എന്താണ്? ആത്മബോധമുള്ളവരുടെ വചനമാണത്. വേദാന്തം ഉപനിഷത്ത് എന്ന് പറയുന്നത് ഋഷിമാരുടെ വാക്യങ്ങളാണ്. ഇതവരുടെ അനുഭവമാണ്. അനുഭവം തന്നെയാണ് ശ്രുതിയായി വെളിപ്പെട്ടിരിക്കുന്നത്. തമസ്വഭ്രനിഭം ദൃഷ്ടം വർഷബുദ്ഭുതസന്നിഭം നാശപ്രായം സുഖാധീനം നാശോത്തരം അഭാവകം. ഈ പ്രപഞ്ചാനുഭവത്തെക്കുറിച്ച് പറയുന്നു. ഇത് തമസ്വഭ്രം പോലെയാണ്. ശൂന്യമാണ് ഈ കാഴ്ചകളെല്ലാം എന്നർത്ഥം. തമസ്വഭ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുട്ടിലെ ഗർത്തം. ഗർത്തം എന്ന് പറയുമ്പോൾ ഒരു കുഴി. അതുവരെ ഇരുട്ട് മാത്രമായിരുന്നാൽ അവിടെ എന്താ? ഒന്നും കാണാനില്ല. അതുപോലെ ശൂന്യതയെക്കുറിച്ച് പറയുകയാണ്. ആത്മഭിന്നമായി ഇത് ശൂന്യമാണ്. ആത്മാവായി സത്താണ്. ആത്മഭിന്നമായി ഒന്നും നിലനിൽക്കുന്നില്ല. അതുകൊണ്ടാണ് അതിന് അങ്ങനെ പറയുന്നത്. വർഷബുദ്ഭുത സന്നിഭം. പക്ഷെ ഈ അനുഭവപ്പെടുന്നതോ അത് നീർക്കുമിളകളെ പോലെയാണ്. വർഷബുദ്ഭുതം പോലെയാണ്. നീർക്കുമിളകളെ പോലെയാണ്. ഇതിന് നിലനിൽപ്പില്ല. ഇത് ക്ഷണികമാണ്. ചിന്തിക്കുന്നവനത് ക്ഷണികമാണ്. മുമ്പ് പറഞ്ഞ സർവവും ആത്മാവായി അനുഭവപ്പെടുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇത് ക്ഷണികമാണ്, ദുർബലമാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്, ഈ സംസാരത്തിന്, ഈ ആത്മാവിനെ ബന്ധിക്കുന്നതിനുള്ള ശേഷി, സംസാരം എന്നെല്ലാം പറയുന്നത് വെറും കൽപ്പന മാത്രമാണ്. സത്തായ ഒന്നല്ല അത്. നാശപ്രായം. ഇത് നശിക്കാതിരിക്കുമ്പോൾ തന്നെ നശിക്കുന്നതാണ്. ഇത് സത്യമാണ്, നിലനിൽക്കുന്നതാണ്, അനാദി അനന്തമാണ് എന്നെല്ലാം ചിന്തിക്കുമ്പോഴും ഇത് നശിക്കുന്നതാണ്, നിലനിൽപ്പില്ലാത്തതാണ്, അസത്താണ്, അന്തസാരശൂന്യമാണ്, സുഖാധീനം, സുഖരഹിതമാണ്. മനസ്സ് ഇതിൽ സുഖത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് സുഖരഹിതമായ ഒന്നാണ്. നാശോത്തരം അഭാവകം. ഇത് നശിച്ചു കഴിഞ്ഞാൽ അത് ശൂന്യമായി പോകുന്നു. പിന്നെ ഇതിന് തിരിച്ചു വരാൻ കഴിയുന്നില്ല. സംസാരം ഒരിക്കൽ അപ്രത്യക്ഷമായാൽ രണ്ടാമതും വരിക എന്നുള്ള സംഭവിക്കുന്നില്ല. മറ്റു പലതും നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇല്ല. ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ വരും. സംസാരത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. നാശോത്തരം. ഇത് നശിച്ചു കഴിഞ്ഞാൽ, ഒരിക്കൽ ഒരുവന് ഇതിന്റെ സത്യം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഇതിന്റെ ശല്യം ഉണ്ടാകത്തില്ല ഒരിക്കലും. എന്നേക്കുമായി അഭാവകം, അഭാവമായിത്തീരുന്നു എന്ന് വെച്ചാൽ പിന്നീട് ഒരിക്കലും ഇതിനെ ബന്ധിക്കുന്നതിനുള്ള ശേഷിയില്ലാതായിത്തീരുന്നു. ത്രികാലത്തിലും ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ശക്തിയില്ല. പിന്നെ സംസാരം എന്നെല്ലാം പറയുന്നതിന് അർത്ഥമില്ല. ഇത് വ്യാസസ്മൃതി, വ്യാസനും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ സംസാരം, ഈ പ്രപഞ്ചം, ഈ അനുഭവങ്ങളെല്ലാം അന്തസാരശൂന്യങ്ങളാണ്. ആത്മാവ് ഒന്നാണ് ഈ നാനാരൂപത്തിൽ ഭാനം ചെയ്യുന്നത്. അതുമാത്രമാണ് സത്യമായിട്ടുള്ളത്. അതാണ് തന്റെ സ്വരൂപം. അക്കാര്യമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്വപ്നമായി യഥാദൃഷ്ടേ ഗന്ധർവനഗരം യഥാ തഥാ വിശ്വമിദം ദൃഷ്ടം
വേദാന്തേഷു വിചക്ഷണൈഃ ന നിരോധോ ന ചോത്പത്തിർ ന ബദ്ധോ ന ച സാധക ന മുമുക്ഷുർന വൈ മുക്തഃ ഇത്യേഷാ പരമാർത്ഥത. പ്രകരണാർത്ഥ ഉപസംഹാരാർത്ഥ ഉപസംഗ്രഹാർത്ഥോ അയം ശ്ലോകം. ഈ വൈദഗ്ധ്യ പ്രകരണത്തിൽ ഇതുവരെ പറഞ്ഞു വന്ന കാര്യങ്ങൾ അതിന് സംഗ്രഹിച്ചുകൂടെ പറഞ്ഞിരിക്കുകയാണ്. ഈ പറയുന്നതിന്റെ താല്പര്യം ഇതാണ്, പരമമായ താല്പര്യം ഇതാണ്. ഇതുവരെ പറഞ്ഞിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. എന്താണ്? യഥാ വിദഗ്ധം ദ്വൈതം ആത്മേവേകഃ പരമാർത്ഥഃ സൻ തഥാ ഇദം നിഷ്പന്നം ഭവതി. ഈ അനുഭവങ്ങൾ ജാഗ്രത സ്വപ്ന സുഷുപ്തി രൂപത്തിലുള്ള ഈ അനുഭവങ്ങൾ ദ്വൈതം എന്ന് പറയുന്നതാണ്. ഇത് വിധതം, ഇത് അസത്യമാണ് എന്നൊരുവന് ബോധിച്ചു കഴിഞ്ഞാൽ, അതൊരുവന് ആന്തരികമായി ബോധ്യപ്പെട്ടാൽ, ആത്മാവേക പരമാർത്ഥത, ആത്മാവ് താൻ ആണ് പരമാർത്ഥമായിട്ടുള്ളത്, തന്റെ കാഴ്ചകളല്ല, തന്റെ ദൃശ്യങ്ങളല്ല. ആത്മാവ് ഏക പരമാർത്ഥം, താൻ ഏകനായിരിക്കുന്നവൻ, അതാണ് പരമാർത്ഥം എന്ന് ബോധ്യപ്പെട്ടാൽ അതിന്റെ സാരം എന്തായിരിക്കും? അവിടെ നിന്ന് നമ്മൾ ഗ്രഹിക്കുന്ന തത്വം എന്തായിരിക്കും? ഇതം നിഷ്പന്നം പോയി. അത് നിഷ്പന്നമായി വരുന്നു. എന്താണോ? സർവോയം ലൗകികോ വൈദികശ്ച വ്യവഹാര അവിദ്യാവിഷയ ഏവേദി പരമാർത്ഥമല്ല എന്ന് പറയും. ഈ കാണുന്ന സർവവ്യവഹാരങ്ങളും ലൗകികമായിട്ടുള്ള സർവ്വസാധാരണമായിരിക്കുന്ന വ്യവഹാരങ്ങൾ, സർവ്വസാധാരണമായിരിക്കുന്ന വ്യവഹാരങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ അനുഭവപ്പെടുന്ന സർവ്വതും വൈദികമായിട്ടുള്ളവയും. അന്ന് വേദത്തിന് പ്രാധാന്യമുണ്ടെന്നും പറയുന്നു. വേദത്തിലെ കർമ്മകലാപങ്ങൾ ഇതൊക്കെ സർവവും അവിദ്യാവിഷയവ, ഇതെല്ലാം അവിദ്യാപരിണാമമാണ്, ആത്മാവിൽ ആരോപിതമാണ്, പരമാർത്ഥമല്ല എന്ന് ചുരുക്കം, അസത്യമാണ്. പരമാർത്ഥമല്ലെങ്കിൽ തഥാ ന നിരോധ, നിരോധനം നിരോധ പ്രളയ ഉത്പത്തിർ ജനനം, ഇത് രണ്ടും ഇവിടെ സംഭവിക്കുന്നില്ല. അതാണ് പരമാർത്ഥം. ഇത്യേഷ പരമാർത്ഥത. ആ പരമാർത്ഥത എന്നുള്ളതിനാണ് പ്രാധാന്യം. പരമാർത്ഥത എന്നുള്ള വിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആശയക്കുഴപ്പം വരും. നിരോധത്തെയും ഉത്പത്തിയും നിഷേധിക്കുകയാണ്, പ്രളയത്തെയും സൃഷ്ടിയെയും ഇവിടെ നിഷേധിക്കുകയാണ്. സൃഷ്ടിയെ നിരോധിച്ചു കഴിഞ്ഞാൽ, പ്രളയത്തെ നിരോധിച്ചാൽ നമുക്കവിടെ വിരോധം തോന്നില്ല. കാരണം പ്രളയം ഇനി വരേണ്ടതാണ്, സംഭവിക്കേണ്ട പ്രളയത്തെയാണ്. ഈ പ്രപഞ്ചത്തിന്റെ ആത്യന്തികമായ നാശം ഇല്ല എന്നാണെങ്കിൽ ശരി, അത് നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഉത്പത്തിയെ നിഷേധിച്ചു കഴിഞ്ഞാൽ, ഉത്പത്തിയില്ല എന്നാണ് പറയുന്നത്. താൻ ഉൾപ്പെടെയുള്ള ഒന്നിന്റെയും ഉത്പത്തിയില്ല എന്നാണ്. തനിക്ക് തന്റെ ഉത്പത്തി തന്നെ ഒരു വിഷയമാണ്. താൻ ഉത്പന്നനായിരിക്കുന്നു, ജനിച്ചിരിക്കുന്നു. പ്രപഞ്ചം തനിക്ക് മുമ്പ് തന്നെ ഉത്പന്നമായതാണ്. അപ്പോൾ ഉത്പത്തിയെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ സ്ഥിതിയെ നിഷേധിക്കേണ്ടി വരും. ഉത്പന്നമായത് സ്ഥിതി ചെയ്യുന്നു. സ്ഥിതിയെ നിഷേധിച്ചു കഴിഞ്ഞാൽ ചോദിക്കും, എന്നാൽ ഈ കാണുന്നതൊക്കെ എന്ത്? താൻ ഉത്പന്നമായതുകൊണ്ടാണ് താനിപ്പോൾ ചിന്തിക്കുന്നത്. ഉത്പത്തിയില്ല എന്ന് ചിന്തിക്കുന്നത് പോലും താൻ ജനിച്ചതുകൊണ്ടാണ്. ജനിച്ചില്ലെങ്കിൽ താൻ ജീവിക്കത്തില്ല, ജീവിച്ചില്ലെങ്കിൽ ചിന്ത വരത്തില്ല. ഉത്പത്തിയെ ഉള്ളതുകൊണ്ടാണ് ഇനി ചിന്തയും എല്ലാം നടക്കുന്നത്. സ്ഥിതി എന്നർത്ഥം.
അപ്പൊ സ്ഥിതി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായിരിക്കെ ഉത്പത്തി എങ്ങനെ നിഷേധിക്കും? ഉത്പത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെങ്ങനെ ഒരാൾക്ക് സ്വീകരിക്കാൻ പറ്റും? ഉത്പത്തിയില്ലെങ്കിൽ ഇവിടെ ആരോട് എന്ത് ഉപദേശിക്കുന്നു? ഉപദേശിക്കാൻ ഒരാളില്ല, കേൾക്കാൻ ഒരാളില്ല, കാരണം ഉത്പത്തിയില്ല. ഉത്പത്തിയെ നിഷേധിച്ച സ്ഥിതിയെ നിഷേധിക്കേണ്ടി വരും. സ്ഥിതിയെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഉപദേശങ്ങളെല്ലാം വ്യർത്ഥമായി തീരും. അപ്പോ ഉത്പത്തിയും നിരോധമില്ല എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? ആണ് പറയുന്നത് പരമാർത്ഥത. അത് പരമാർത്ഥത്തിൽ പറയുകയാണ്. ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും പാരമാർത്ഥികമായ ഒരു തത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ആ പാരമാർത്ഥികമായ തത്വത്തിൽ അല്ലെങ്കിൽ ആ പാരമാർത്ഥികമായ അവസ്ഥയിൽ ഉത്പത്തി, സ്ഥിതി, ലയം ഒന്നുമില്ല എന്ന് പറയുന്നു. മറിച്ച് നമ്മുടെ അനുഭവത്തിലില്ലെന്നല്ല പറയുന്നു. നമ്മുടെ ഇന്നത്തെ ഈ അനുഭവത്തിൽ ഉത്പത്തിയും സ്ഥിതിയും എല്ലാം കൊണ്ട് ആ അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. അല്ലെങ്കിൽ ഇത് പറയാൻ സാധ്യമല്ല, പറയാൻ ആളില്ലാതെ വരും, കേൾക്കാനും ആളില്ലാതെ വരും. ഇവിടെ പറയുന്നത് എന്താണ്? നമ്മുടെ ഈ അനുഭവത്തിന് അതീതമായ ഒരു പാരമാർത്ഥികമല്ല. അടുത്ത് പറയും ആത്മാവിന്റെ സ്വരൂപസ്ഥിതി, സ്വരൂപാവസ്ഥാനം, അത് തന്നെ മുക്തി എന്ന് പറയുന്നു, നിശ്രേയസം എന്ന് പറയും. ആ പാരമാർത്ഥിക സ്ഥിതി, സ്വരൂപസ്ഥിതിയിൽ അവിടെ ഉത്പത്തിസ്ഥിതി നാശങ്ങൾ ഇല്ല എന്നാണ്. അല്ലാതെ ഇപ്പോൾ ഇല്ലെന്നല്ല പറയുന്നു. ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈരുദ്ധ്യമായി. ഒരാൾക്ക് ഉത്പത്തിസ്ഥിതി നാശങ്ങളെല്ലാം അനുഭവത്തിലുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഉള്ളത് തന്നെ. ആരാണോ സ്വരൂപസ്ഥിതനായിത്തീരുന്നത്, ഈ ഉത്പത്തിസ്ഥിതി നാശങ്ങൾക്കെല്ലാം അതീതനായിത്തീരുന്നു, താൻ ഉത്പത്തിസ്ഥിതി നാശങ്ങൾക്ക് അതീതനായ പരമാത്മസ്വരൂപമാണെന്ന് ആർക്കാണോ ബോധ്യപ്പെട്ടിരിക്കുന്നത്, അയാളിൽ ജനനം, സ്ഥിതി, മരണം ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ആ പാരമാർത്ഥിക അവസ്ഥയിലാണ് ഇതിനെ നിഷേധിക്കുന്നത്. അതിനുവേണ്ടിയിട്ട് നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ പരമാർത്ഥത എന്നാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറയുന്നു? നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രവൃത്തിയുടെ തലമാണ്, അനുഭവത്തിന്റെ തലമാണ്. അതുകൊണ്ട് തന്നെ വ്യവഹാരിക എന്ന് പറയുന്നു, വ്യാവഹാരിക തലമെന്ന് പറയുന്നു. ഈ വ്യാവഹാരിക തലത്തിൽ ഇതിനെ നിഷേധിക്കുന്നില്ല. ബദ്ധ, ഇവിടെ ബദ്ധനില്ല എന്നും പറയുന്നു. ബദ്ധനാണ് മോചനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത്. അങ്ങനെ ബദ്ധനായ ഒരുവനില്ല, സംസാരത്തിൽ ബദ്ധനായവനില്ല. സംസാരി ജീവ, അവനാണ് ബദ്ധനെന്ന് പറയുന്നത്. അങ്ങനെ ഒന്നില്ല എന്ന് ഈ സംസാരത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവനോട് നീ കാണുന്ന സംസാരം ഇല്ലെന്നല്ല പറയുന്നു. പരമാർത്ഥത്തിൽ നീ ഇതിനുപരിയാണ് എന്നാണ് ബോധിപ്പിക്കുന്നത്. അതാണ് ഏഷ പരമാർത്ഥത. കാരണം താൻ ബദ്ധനാണെന്നുള്ളത് ഒരു ജീവന്റെ അനുഭവമാണ്. ആ അനുഭവത്തെ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിഷേധിച്ചാൽ അത് വൈരുദ്ധ്യമായിപ്പോകും. തന്റെ അനുഭവത്തിന് വിരുദ്ധമായ, യുക്തിക്ക് വിരുദ്ധമായ ഒരു കാര്യത്തെ ബോധിപ്പിക്കുന്നു എന്ന് വരും. അത് ശ്രുതിയാണ് ബോധിപ്പിച്ചാലും ശരിയാകത്തില്ല. അതുകൊണ്ട് അതല്ല ഇവിടെ ബോധിപ്പിക്കുന്നു. നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനുഭവിക്കുന്നില്ല എന്നല്ല പറയുന്നു. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബന്ധനം അനുഭവിക്കുക തന്നെയാണ്. എന്നാൽ അത് പരമാർത്ഥമല്ല എന്നെ ബോധിപ്പിക്കുന്നു. എന്റെ ഈ സംസാരിത്വം, ഈ ജീവഭാവം പരമാർത്ഥമല്ല, ജീവഭാവമല്ല, പരമാത്മഭാവമാണ് പരമാർത്ഥത. ഏഷ പരമാർത്ഥത. സാധക, സാധനാവാൻ, സാധകനുമില്ല ഇവിടെ. സിദ്ധിക്ക് വേണ്ടിയാണ് സാധനകൾ. ഇവിടെ എന്താണ് സിദ്ധിക്കേണ്ടത്? മോക്ഷം. ആ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ശ്രവണാദി സാധനങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരുവനില്ല എന്നാണ്. ഈ പറയുന്നതും കേൾക്കുന്നതും തന്നെ സാധനയായിരിക്കെ സാധകൻ ഇല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഈ ഉപദേശം, ഇതാണ് സാധനയെന്ന് പറയുന്നത്. അപ്പൊ സാധകനില്ല എന്ന് പറയുന്നത് പോലും സാധനയാണ്.
ബദ്ധനും മുമുക്ഷുവും സാധകനും ഇല്ല എന്ന് പറയുന്നത് ബോധിപ്പിക്കുന്നതും ബോധിക്കുന്നതുമാണ് സാധനം. അങ്ങനെ ഇരിക്കെ സാധകനില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? വ്യാഘാത ദോഷം വരും. അപ്പൊ അതങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. എന്താണ്? ഒരു പാരമാർത്ഥിക തലമുണ്ട്, അത് നീ നിൽക്കുന്ന തലമല്ല. നീ നിൽക്കുന്ന തലത്തിൽ നീ സാധകനാണ്, ബദ്ധനാണ്. അതിനപ്പുറം ഒരു തലമുണ്ട്, അവിടെ സാധനയും സാധ്യവും സാധകനുമില്ല. അതാണ് നിന്റെ ആത്മസ്വരൂപം. അവിടെയല്ല, നിന്റെ ജീവഭാവത്തിലാണ്. നേരത്തെ പറഞ്ഞല്ലോ, ജീവൻ കൽപ്പയിതേ പൂർവം. ആ ജീവനെ ഈ തുര്യൻ കൽപ്പിച്ചു. ആ ജീവൻ സാധകനാണ്, ബദ്ധനുമാണ്. പക്ഷെ ആ ജീവൻ സാധകനായിരിക്കെ അവന്റെ സാധന എന്താണ്? ഇവിടെ ശ്രുതി പറയുന്ന സാധനം. താൻ സാധകനല്ല എന്ന് ബോധിക്കുകയാണ് സാധനം. ഇവിടുത്തെ സാധന ഏതാണ്? താൻ ബദ്ധനായിരിക്കെ ഇവിടുത്തെ സാധന എന്താണ്? താൻ ബദ്ധനല്ല എന്ന് ബോധിക്കുക. അങ്ങനെ ബദ്ധനായിരിക്കുന്നവരും ബദ്ധനല്ല എന്ന് ബോധിക്കുക. താൻ ബദ്ധനായിരിക്കുന്ന സാധകനായിരിക്കുന്ന ഈ അവസ്ഥ, ഇത് പരമാർത്ഥമല്ല. പാരമാർത്ഥികമായൊരു നില ഉണ്ട്, അതാണ് തന്റെ സ്വരൂപം. അവിടെ താൻ സാധകനല്ല എന്ന് ബോധിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ആ പരമാർത്ഥത്തെ ബോധിക്കുമ്പോൾ, അതാണ് പരമാർത്ഥമെന്നൊരുവന് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ആ സാധകാവസ്ഥ ഇല്ലാതാകുന്നു. അവൻ സാധകനല്ലാതായിത്തീരുന്നു. അതപ്പോ മാത്രം. താൻ സാധകനായിരിക്കുകയും താൻ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അതിനാണ് വ്യവഹാരം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വ്യാവഹാരികമായ അവസ്ഥ. അവിടെ താൻ സാധകനല്ല എന്നല്ല ബോധിപ്പിക്കുന്നു. ഇവിടെ താൻ സാധകൻ തന്നെയാണ്. മാത്രമല്ല, അവിടെ താൻ സാധകനാണെന്നുള്ള ഉപദേശിക്കുകയാണ്. എന്തുകൊണ്ട്? എന്നാൽ ഈ ഉപദേശം സാർത്ഥകമാകും. അല്ലെങ്കിൽ ആരാരോട് ഉപദേശിക്കും? സാധകനായതുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. ആ ഉപദേശത്തെ ശ്രവിക്കുന്നത് തന്നെയാണ് സാധന. അതുകൊണ്ട് തന്നെ താൻ സാധകനായിരിക്കുന്നു. അപ്പോ ഇന്നത്തെ ഈ അനുഭവത്തെ, ഈ ജാഗ്രത അനുഭവത്തെ ഇതേപടി നിഷേധിക്കുന്നതിന് വേണ്ടിയല്ല പറയുന്നു. ഇത് കേവലമായ പരമാർത്ഥത്തിൽ മാത്രമാണ്. ഇത് ആ പരമാർത്ഥം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. സാധനാവാൻ, അവിടെ നീ സാധനാവാനുമല്ല. മുമുക്ഷു, മോചനാർത്ഥി, നീ മുമുക്ഷുവല്ല. ഇവിടെ നീ മുമുക്ഷുവാണ്. ഇവിടെ നീ മുമുക്ഷു അല്ലെന്നല്ല പറയുന്നു. എന്തുകൊണ്ട്? നീ മുമുക്ഷു ആയതുകൊണ്ടാണ് നീ തത്വത്തെ ശ്രവിക്കുന്നത്. മുമുക്ഷു ആയതുകൊണ്ടാണ് താൻ സാധകനല്ല, ബദ്ധനല്ല, മുക്തനല്ല എന്നെല്ലാം ശ്രവിക്കുന്നത്. എന്തുകൊണ്ട്? മുമുക്ഷു ആയതുകൊണ്ടാണ്. നിന്റെ ഇന്നത്തെ അവസ്ഥയെ നിഷേധിക്കുകയല്ല ചെയ്യും. ഇതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ നിന്റെ ശ്രവണത്തെയും സാധനയെയും മുമുക്ഷത്വത്തെയും എല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു, പാരമാർത്ഥികമായ നിന്റെ സ്വരൂപത്തിൽ അവിടെ ജ്ഞാനവും കർമ്മവും ഒന്നും നിൽക്കാത്ത ആ തലത്തിൽ നിനക്ക് മുമുക്ഷുവായിരിക്കാൻ പറ്റത്തില്ല. മുമുക്ഷു എന്ന് പറഞ്ഞാൽ ഇച്ഛിക്കുന്നവനാണ്, ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ്. ഇച്ഛയും പ്രവൃത്തിയും ഒന്നും നടക്കാത്ത നിന്റെ സ്വരൂപത്തിൽ നീ മുമുക്ഷുവല്ല. ആ സ്വരൂപത്തെ ബോധ്യപ്പെട്ടാൽ ആ നിമിഷം അവൻ പിന്നെ മുമുക്ഷുവല്ലാതായിത്തീരും. മുക്തോ വിമുക്തബന്ധ എന്ന് പറയുന്നത് നീ മുക്തനുമല്ല എന്ന് പറയും. മുക്തൻ എന്ന് പറയുന്നതും എന്താണ്? ഒരു കൽപ്പനയാണ്. ഒരാളെ കുറിച്ച് നമ്മൾ കൽപ്പിക്കുന്നു. എന്താണ്? ഗുരുവിനെ കുറിച്ച് കൽപ്പിക്കുന്നു, ഗുരു മുക്തനാണ്. തന്നെ കുറിച്ച് കൽപ്പിക്കുന്നു, താൻ ബദ്ധനാണ്. രണ്ട് കൽപ്പനയിലും യാതൊരു വ്യത്യാസമില്ല. രണ്ടും മനസ്സിന്റെ കൽപ്പനയാണ്. തന്നെക്കുറിച്ച് താൻ എങ്ങനെയാണോ ബദ്ധനെന്ന് കൽപ്പിച്ചത്, അതുപോലെ
തികച്ചും അസംബന്ധമാണ് ഗുരുവിനെ മുക്തനെന്ന് കൽപ്പിക്കുന്നത്. എന്തുകൊണ്ട്? ആത്മസ്വരൂപത്തിൽ ബന്ധമോക്ഷങ്ങളില്ല. ബന്ധമോക്ഷങ്ങളില്ലാത്ത ഒരിടത്ത് ബന്ധനത്തെ കൽപ്പിക്കുക, പിന്നീട് മോചനത്തെ കൽപ്പിക്കുക, ഇത് അസംബന്ധമാണ്. അത് പരമാർത്ഥമല്ല. പരമാർത്ഥമായ ആത്മാവ് ഒരിക്കലും മുക്തനല്ല. എന്തുകൊണ്ട്? ബന്ധനത്തിൽ നിന്നേ മോചിക്കാൻ പറ്റും. ബന്ധനത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ മോചിക്കും? മോചിക്കാത്ത ഒരാളെ എങ്ങനെ മുക്തനെന്ന് പറയാൻ പറ്റും? അതുകൊണ്ടാണ് വേറൊരു ഭാഷയിൽ പറയുന്നത് എന്താണ്? നിത്യമുക്തൻ. നിത്യമുക്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവ് ബന്ധനത്തിലേക്ക് വന്നിട്ട് പിന്നീട് മോചനത്തിലേക്ക് പോകുന്നതല്ല. അത് ബന്ധനത്തിനും മോചനത്തിനും ഉപരിയായി സ്ഥിതി ചെയ്യുന്നതാണ്. എങ്ങനെ? പരമാർത്ഥത. അതാണ് പാരമാർത്ഥികമായ സത്യമായ. പരമാർത്ഥം എന്ന് വെച്ചാൽ സത്യം, യഥാർത്ഥമായ സ്ഥിതി അതാണ്. അതുകൊണ്ട് ശ്രവണം ചെയ്യുന്നവൻ, മനനം ചെയ്യുന്നവൻ ആത്മബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അത് സ്വാനുഭവത്തിലേക്ക് വന്നില്ലെങ്കിൽ, അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോഴും അവൻ അറിയുന്നു എന്താണ്? താൻ ബദ്ധനല്ല, അത് പരമാർത്ഥമാണ്. താൻ സാധന ചെയ്യുമ്പോഴും അവൻ അറിയുന്നു, അല്ലെങ്കിൽ അവനത് അറിഞ്ഞുകൊണ്ട് സാധന ചെയ്യുന്നു, എന്താണ്? താൻ സാധകനല്ല. മുമുക്ഷുവായിരിക്കുമ്പോൾ, മോക്ഷത്തെ ആഗ്രഹിക്കുമ്പോഴും അവൻ അറിയുന്നു എന്താണ്? തന്നിൽ മോക്ഷേച്ഛയില്ല. മുക്തി ആഗ്രഹിക്കുമ്പോഴും ഇവിടെ മുക്തി ആഗ്രഹിക്കുന്നവനെ തന്നെ ബോധിപ്പിക്കുകയാണ് ശ്രുതി. മുക്തി നിന്റെ കൽപ്പനയാണ്, ഒരിക്കലും നിനക്ക് മുക്തനാകാൻ സാധ്യമല്ല. കാരണം നിന്റെ സ്വരൂപത്തിൽ ഒരിക്കലും ബന്ധനം സംഭവിച്ചിട്ടില്ല. നീ ബദ്ധനല്ല, പിന്നെ എങ്ങനെ മുക്തനാകും? കെട്ടിയിട്ട ഒരാളെ നമുക്ക് അഴിച്ചുവിടാൻ പറ്റും. ബന്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ മോചിപ്പിക്കാൻ കഴിയും? അതാണ് പരമാർത്ഥം. ഈ പറയുന്ന എന്തിനു വേണ്ടി? മോക്ഷത്തെ ഉപേക്ഷിക്കാനോ? ഇതിന് ശരിയായ രീതിയിലല്ല ഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ധരിക്കുന്ന എന്താണ്? ഇതാണ് പരമാർത്ഥമെന്ന് ബോധിപ്പിക്കുന്നതുകൊണ്ട് താനിനി മോക്ഷേച്ഛുവായിരിക്കാൻ പാടില്ല, സാധനകൾ അനുഷ്ഠിക്കാൻ പാടില്ല, മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കാൻ പാടില്ല എന്നൊക്കെ ധരിച്ചു പോകും. അങ്ങനെ ധരിക്കാനല്ല ഇത് ഉപദേശിക്കുന്നു. എന്താണ്? പരമാർത്ഥം എന്താണോ അതിനെ തന്റെ ബുദ്ധി കൊണ്ട് ഗ്രഹിച്ചുകൊണ്ട്, ഇതാണ് തന്റെ സ്വരൂപം എന്ന് ഗ്രഹിച്ചുകൊണ്ട്, അത് സംശയരഹിതമായി ഭ്രമരഹിതമായി അവ്യക്തതയില്ലാതെ അജ്ഞാനം കൂടാതെ ബോധിക്കുന്നതിന് വേണ്ടി താൻ സാധകനായിരിക്കാനാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ സാധകൻ പരമാർത്ഥത്തെ ബോധിച്ചവനായിരിക്കണം, പരമാർത്ഥത്തെ ബുദ്ധി കൊണ്ട് ബോധിച്ചവനായിരിക്കും. അല്ലാതെ സാധന ചെയ്തു കഴിഞ്ഞാൽ അതവന് ഒരിടത്തും എത്തിക്കത്തില്ല. ഈ തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് സാധന. അപ്പോൾ ഈ തത്വത്തെ ഗ്രഹിച്ചാൽ പിന്നെ എന്താ സാധന? ഈ തത്വത്തെ ഒരുവന്റെ ബുദ്ധിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ തന്റെ യോഗ്യതയനുസരിച്ച് എന്ത് സാധനയാണ് ചെയ്യേണ്ടത് അത് ചെയ്യും. തന്റെ യോഗ്യതയനുസരിച്ച് എന്ന് പറഞ്ഞാൽ കർമ്മയോഗം തുടങ്ങി ഏത് യോഗമോ ഏത് ത്യാഗമോ ഏത് തത്വമോ ഏതും ഒരാൾക്ക് സ്വീകരിക്കാം. പക്ഷെ ആത്യന്തികമായ പരമാർത്ഥം ഇതാണ്. അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. ഈ പരമാർത്ഥത്തെ ഒരാൾക്ക് ശരിക്കും ബോധിച്ചു കഴിഞ്ഞാൽ, ബോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പിന്നീട് സംശയങ്ങൾ വരാതെ, അതാണ് ആ ബോധ്യപ്പെടലെന്ന് പറയുന്നത്. പരമാർത്ഥത്തിൽ തന്നിലൊന്നും ഇല്ല എന്ന് ശ്രുതി ബോധിപ്പിക്കുന്നത് ഇത് സത്യമാണ് എന്നുള്ള ദൃഢനിശ്ചയം ഒരുവന് വന്നു കഴിഞ്ഞാൽ, അതിൽ സംശയം വരാതിരുന്നു കഴിഞ്ഞാൽ അതിനെ തന്നെ മനനം ചെയ്യുന്നു. ആ പരമാർത്ഥ തത്വത്തെ തന്നെ മനനം ചെയ്യുന്നു.
അത് ബോധ്യം വന്നവന് പിന്നീട് മറ്റൊരു സാധനയുടെ ആവശ്യം ഇതിന്റെ മനനം തന്നെ അവന്റെ സാധന. അതുകൊണ്ടാണ് അതിനെ പരമാർത്ഥത എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരു സാധകനെ ഇങ്ങനെ ബോധിപ്പിക്കുന്നത് എന്താണോ, നീ സാധകനല്ല. ഒരു മുമുക്ഷുവിനെ ബോധിപ്പിക്കുകയാണ്, നീ മുമുക്ഷുവല്ല എന്ന് പറയുമ്പോൾ ആ പരമാർത്ഥത്തെ ബോധിച്ചുകൊണ്ട് നീ മുമുക്ഷുവും സാധകനുമായിരിക്കുക. ആ പരമാർത്ഥത്തെ ബോധിച്ചുകൊണ്ട് മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുക. ഇതുപോലെ തന്നെയാണ് ഗുരുവില്ല ശിഷ്യനില്ല എന്ന് പറയുന്നിടത്തല്ല. ഗുരുത്വത്തെയും ശിഷ്യത്വത്തെയും ഒരേ രീതിയിൽ നിഷേധിക്കുന്നിടത്ത് ഇത് തന്നെ താല്പര്യം. പരമാർത്ഥത്തിൽ തന്നിൽ അത്തരം കൽപ്പനകൾക്കൊന്നും നിലനില്ല എന്നറിഞ്ഞുകൊണ്ട് ശിഷ്യനായിരിക്കുക, ഗുരുവിനെ ഗുരുവായി കാണുക. പക്ഷേ ആ തത്വബോധം തന്റെ ഉള്ളിൽ വേണം. ആ തത്വബോധത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമങ്ങളല്ല. ആ തത്വത്തെ ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റെന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല. തത്വത്തെ ബോധിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും ചെയ്യാനില്ല. പിന്നെ ഈ സാധനങ്ങളെല്ലാം തത്വത്തെ താൻ ബോധിച്ചു എന്ന് കരുതുകയും അത് ബോധിക്കാതിരിക്കുകയും ചെയ്യും. തത്വത്തെ ബോധിച്ചു എന്ന് തനിക്ക് തോന്നുകയും വീണ്ടും അപൂർണതകൾ അനുഭവപ്പെടുകയും ചെയ്യും. തത്വത്തെ ബോധിച്ചെന്ന് ഭ്രമിക്കുകയും വീണ്ടും സംശയവും ഭ്രമവും അജ്ഞാനവും അതേ വിഷയത്തിൽ തന്നെ തുടരുകയും ചെയ്യുമ്പോൾ പിന്നെ സാധനയുടെ ആവശ്യമുണ്ട്. തത്വബോധത്തിൽ ഒന്നിന്റെ ആവശ്യമില്ല. ഭാഷകാരൻ മുമ്പ് പറഞ്ഞത് മറ്റൊരു സാധനയുടെ ആവശ്യമില്ല. ബോധിച്ചാൽ എന്നർത്ഥം. പക്ഷെ തത്വത്തെ ബോധിപ്പിക്കുമ്പോൾ ഗുരു, ശാസ്ത്രം, ശ്രുതി ബോധിപ്പിക്കുമ്പോൾ അവിടെ വീണ്ടും അപൂർണതകൾ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ, സംശയങ്ങൾ ബാക്കി നിന്നാണ്, ജഗത്ഭ്രാന്തി, ജഗത്തിലെ സത്യത്വ ബോധം അതറ്റു പോകുന്നില്ല എങ്കിൽ അവിടെ എന്താണ്? ആ അനുഭവം അപൂർണമാണ്, ആപാതജ്ഞാനമാണ്. അപ്പോൾ അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമം എന്നുള്ള നിലയ്ക്ക് ഇത്തരം മനനങ്ങൾ തുടരുന്നു. ആ മനനത്തിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് പരമാർത്ഥതയിൽ ഇതൊന്നുമില്ല എന്നുള്ളത്. പരമാർത്ഥത തന്റെ അനുഭവത്തിന്, ഇന്നുള്ള അനുഭവത്തിന് അതീതമാണ്. പക്ഷെ തന്റെ ഇന്നത്തെ അനുഭവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ അനുഭവത്തെ അനുസരിച്ചേ തനിക്ക് സാധന ചെയ്യാൻ പറ്റും. കാരണം ശ്രുതി ബോധിപ്പിച്ചത് തനിക്ക് ബോധിക്കാൻ കഴിഞ്ഞില്ല. തന്റെ അശക്തി, തന്റെ പോരായ്മകളാണ് അതിന് കാരണമായിരിക്കുന്നത്. അപ്പൊ തന്റെ ആ പോരായ്മകൾ തനിക്ക് സത്യമായി തന്നെ അനുഭവപ്പെടുന്നു. ആ പോരായ്മകൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ അനുഭവത്തിലൊരു പൂർണ്ണത അനുഭവപ്പെടാറ്. അനുഭവത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് എന്താണ്? അത് അനുഭവം തന്നെ. അനുഭവത്തിന്റെ പൂർണ്ണതയിൽ എങ്ങനെയാണ് കൃതകൃത്യത അനുഭവപ്പെടുക? അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു, ജിജ്ഞാസയ്ക്ക് ശമനം വരിക. ഇനി ഇതിലറിയാനൊന്നുമില്ല. കൃതകൃത്യത, ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി ഇതിൽ ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല എന്ന തരത്തിൽ ആത്മവിഷയത്തിലുള്ള നിശ്ചിന്തത. ഇനി ശ്രവിക്കാനും മനനം ചെയ്യാനുമില്ല, ഇനി ബോധിക്കാനും ബോധിപ്പിക്കാനുമില്ല എന്നുള്ള കൃതകൃത്യത ഒരുവനിൽ പ്രകാശിക്കുകയാണെങ്കിൽ അപ്പോൾ ആ ജ്ഞാനം സംശയച്ഛേദിയായി സർവ്വ സംശയങ്ങളെ അവിടെ പരിഹരിക്കും. ആ ഒരു നില ഒരുവനിൽ വരുമ്പോൾ അതിനെയാണ് ഇവിടെ പരമാർത്ഥത എന്ന് പറയുന്നത്. അവിടെ ഈ തത്വം പൂർണ്ണമായി പ്രകാശിക്കുന്നു. അവിടെ മുക്തനില്ല, മുമുക്ഷുവില്ല, ബദ്ധനുമില്ല, സാധകനുമില്ല.
ആ കൃതകൃത്യതയാണ് നിർവൃതി എന്ന് പറയുന്നത്. നിർവൃതി എന്ന് പറയുമ്പോൾ മറ്റൊന്നും ചെയ്യാനും മറ്റൊന്നും അറിയാനും ഇല്ലാത്ത അവസ്ഥ, മറ്റൊന്നും ആഗ്രഹിക്കാനും ഇല്ലാത്ത അവസ്ഥ. എന്തിനെ സംബന്ധിച്ച്? ആത്മവസ്തുവിനെ സംബന്ധിച്ച്, പരമാർത്ഥത്തെ സംബന്ധിച്ച്. പരമാർത്ഥത്തെ സംബന്ധിച്ച് ഇനിയൊന്നും ബോധിക്കാനില്ലാത്ത അവസ്ഥ, അതിനെ സംബന്ധിച്ച് മറ്റൊരു ജിജ്ഞാസ ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥ, അതാണ് നിർവൃത്തി എന്ന് പറയുന്നത്, നിർവ്വാണം എന്ന് പറയുന്നത്. അത് ഭാഷ്യകാരനിലൂടെ പറയുന്നു വിദ്യുത് അനുഭവസിദ്ധം. പല ഭാഗങ്ങളുണ്ട്. വിദ്യുത് അനുഭവസിദ്ധമായ കാര്യമാണ്. കൃതകൃത്യന്മാരായ ഒട്ടനവധി ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്നു. ഇവിടെ ഭാഷ്യകാരൻ പറയും സ്വരൂപസ്ഥിതി എന്ന് പറയുന്നു, നിശ്രേയസം എന്ന് പറയും. അതിനാണ് ഇവിടെ പരമാർത്ഥത എന്ന് പറയുന്നത്. ആ പരമാർത്ഥതയെ ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉപദേശം. എന്താണ്? മുമുക്ഷുവല്ല, മുക്തനല്ല, സാധകനല്ല എന്നുള്ള ഉപദേശം അതിന് വേണ്ടിയിട്ടാണ്. ആ കൃതകൃത്യത അനുഭവപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് മാത്രമേ ഇത് സത്യമായി തീരുന്നുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധന എന്നുള്ള നിലയ്ക്ക് മനനത്തിന് സഹായിയായി വരുന്ന ഒരു ഉപദേശം മാത്രമാണ്. ഇതിന് വാച്യാർത്ഥത്തിൽ എടുക്കാൻ പാടില്ല എന്ന് ചുരുക്കം. നമ്മൾ ഉപദേശങ്ങളുടെ വാച്യാർത്ഥത്തെ ഗ്രഹിക്കുന്നിടത്തോളം കാലം ഇവിടെ വാച്യാർത്ഥത്തെ സ്വീകരിക്കാൻ വയ്യ. വാച്യാർത്ഥത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താ ദോഷം വരുന്നത്? ബദ്ധനായിരിക്കുന്ന താൻ ബദ്ധനല്ല, സാധകനായിരിക്കുന്ന താൻ സാധകനല്ല, മുമുക്ഷുവായിരിക്കുന്ന താൻ മുമുക്ഷുവല്ല എന്ന് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവന്റെ എല്ലാ സാധനങ്ങളും അവസാനിക്കും, മുമുക്ഷത്വം അവസാനിക്കും, മുക്തി എന്ന് പറയുന്ന അവനെ സംബന്ധിച്ച് അപ്രാപ്യമായി തീരും. വാച്യാർത്ഥത്തെ എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അവിടെ ലക്ഷ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നത്, വാച്യത്തെ അല്ല. ആ ലക്ഷ്യം എന്താണ്? പരമാർത്ഥത. ആ ലക്ഷ്യത്തിൽ മനസ്സിനെ ഉറപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. വാച്യാർത്ഥത്തെ സ്വീകരിച്ചുകൊണ്ട് തന്റെ ഇന്നത്തെ അവസ്ഥകളെ നിരാകരിക്കാൻ വേണ്ടിയല്ല. അത് വ്യക്തമായി ധരിച്ചില്ലെങ്കിൽ ഇവിടെ ആശയക്കുഴപ്പം വരും. ഒരാൾ കൃതകൃത്യത എന്ന് പറയുന്നത്, നിർവൃതി എന്ന് പറയുന്നത് ഒരാളിൽ സ്വതസിദ്ധമാകാതെ, അനുഭവവേദ്യമാകാതെ, അനുഭവസിദ്ധമാകാതെ ഒരാൾ ഭാവന ചെയ്താലോ, ശ്രവണം കൊണ്ട് തത്വത്തെ ഗ്രഹിച്ചിട്ട് അയാൾ ഭാവന ചെയ്യുകയാണ് താൻ കൃതകൃത്യനാണ്. അത് ഫലവത്താകുമോ? ഭാവന ചെയ്തു പോകുക. കാരണം ഭാവന എന്ന് പറയുന്നത് മനോവൃത്തിയാണ്. അതൊരു ക്ഷണം നിൽക്കും, അടുത്ത ക്ഷണവും നശിച്ചു. അത് ഭാവനയല്ല. ഭാവന എന്ന് പറയുന്നത് കേവലം ഒരു സാധനയാണ്. ഒരുവന് സത്യസന്ധമായി ആത്മാർത്ഥമായി ഭാവന ചെയ്യാൻ, എന്താണ് താൻ കൃതകൃത്യനാണ്, അങ്ങനെ ഭാവന ചെയ്യാം. അത് കേവലം ഒരു സാധന മാത്രമേ ആകൂ. താൻ ആത്മാവാണെന്നൊരുവന് ഭാവന ചെയ്യാം. താൻ സാധകൻ അല്ല, മോക്ഷമല്ല, മുക്തനല്ല, ഇതൊക്കെ ഭാവനാരൂപത്തിൽ വരാം. ഭാവന എന്ന് പറയുന്നത് എന്താണ്? ക്ഷണിക വൃത്തിയാണ്. അടുത്ത ക്ഷണത്തിൽ അത് നശിക്കും, അതിന് വിസ്മരണം സംഭവിക്കും. വീണ്ടും ആ ഭാവനയെ ഉത്പാദിപ്പിക്കേണ്ടി വരും. അതെല്ലാം കേവലം സാധനാ തലത്തിലുള്ള കാര്യങ്ങളാണ്. ഇവിടെ അതല്ല പറയുന്നു. പരമാർത്ഥത എന്ന് പറയുന്നതോ അത് മനോവൃത്തിയല്ല, ഭാവനാരൂപത്തിൽ അന്ധകരണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നല്ല, ഉണ്ടാകുന്നതും നശിക്കുന്നതുമല്ല. അതിനെക്കുറിച്ച് സ്വരൂപസ്ഥിതി എന്നേ പറയാൻ പറ്റും. അനുഭവം എന്ന് പറഞ്ഞാലും എന്താണ്?
നമ്മുടെ ഭാവനയിലുള്ള മനോവൃത്തികൾ എന്ന് നമ്മൾ ധരിച്ചു പോകുന്നതുകൊണ്ട് അതിനെ അനുഭവാതീതമെന്ന് പറയും. ആ പരമാർത്ഥതയിൽ ഭാവന ചെയ്തുകൊണ്ട്, ഭാവന ചെയ്യുന്നത് തന്നെ ഒരു സാധനമാണ്. ആ പരമാർത്ഥത്തെ ബുദ്ധി കൊണ്ട് ബോധിക്കുന്നത് തന്നെ ഒരു സാധനമാണ്. അതിനു വേണ്ടിയിട്ടാണ് നിർദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഈ വ്യാവഹാരികമായ ജാഗ്രത അനുഭവങ്ങളെ ഈ നിലയിൽ നിഷേധിക്കാൻ വേണ്ടി, നിഷേധിച്ചിട്ട് സാധനങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. മുമുക്ഷുത്വത്തെ ഉപേക്ഷിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. നാം മുമുക്ഷു എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇനി ഞാൻ മുമുക്ഷു ആയിരിക്കുന്നില്ല എന്ന് ധരിക്കാൻ വേണ്ടിയല്ല. എന്നാ സാധകൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി സാധന ആകുന്നില്ല എന്ന് മിഥ്യയായി ധരിക്കാൻ വേണ്ടിയിട്ടില്ല. അങ്ങനെ ഒരാൾ ധരിച്ചാലോ, ഒരാൾ ഇതിന്റെ വാച്യാർത്ഥത്തെ ഗ്രഹിച്ചു, അതിനെ മുഖ്യമായി സ്വീകരിച്ചു, എന്നിട്ട് അയാൾ പറയുകയാണ് ഞാൻ സാധകനല്ല, താൻ മുമുക്ഷുവല്ല എന്ന് പറഞ്ഞാൽ അത് കേവലം ഭ്രാന്തിയായിരിക്കും. എന്തുകൊണ്ട്? താൻ സാധകനായും മുമുക്ഷുമായി ഇരുന്നുകൊണ്ട് ഒരാൾ പറയുകയാണ് താൻ സാധകനല്ല, മുമുക്ഷുവല്ല എന്ന് പറഞ്ഞാൽ അത് ഭ്രമമാണ്. ആ ഭ്രമം ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യും. ആ ഭ്രമത്തിൽ പോലും ഒരാൾക്ക് സ്ഥായിയായി നിൽക്കാൻ കഴിയത്തില്ല. പരമാർത്ഥം ഇതിനെല്ലാം ഉപരിയാണ്, ഇതിനെല്ലാം അതീതമാണ്. അവിടെ ഉള്ള കൃതകൃത്യതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. താൻ മുമുക്ഷുവായിരിക്കുമ്പോൾ, സാധുകനായിരിക്കുമ്പോൾ താൻ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും തനിക്ക് പലതും ചെയ്യാനുണ്ട്, പലതും തനിക്ക് നിറവേറ്റാനുണ്ട്. എന്നാലേ തനിക്ക് കൃതകൃത്യത അനുഭവപ്പെടൂ എന്ന് താൻ കരുതുന്നു. അങ്ങനെ കരുതിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. പരമാർത്ഥതയിലോ അങ്ങനെ ഒന്നും കരുതുന്നില്ല. എനിക്കെന്തെങ്കിലും ഇനി ഒന്ന് നേടാനുണ്ടെന്ന് കരുതുന്നില്ല. ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു, അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. സംശയവും ഭ്രമവും അവിടെ അവസാനിച്ചു. അതാണ് പരമാർത്ഥം. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മോക്ഷാർത്ഥി മുക്ത വിമുക്ത ബന്ധ ഉത്പത്തി പ്രളയോരഭാവ ബദ്ധാദേവന സന്ധി യേശ പരമാർത്ഥത. ഉത്പത്തി പ്രളയങ്ങളില്ല, അതിനിടയ്ക്ക് വരുന്ന ബന്ധമോക്ഷങ്ങളില്ല, സാധകനല്ല. ഇതെല്ലാം പരമാർത്ഥമാണ്. പാരമാർത്ഥിക നിലയെക്കുറിച്ച് പറയണം. അപ്പോൾ ഈ കാര്യത്തിൽ ഏറ്റവും പ്രാധാന്യം വരുന്നത് പരമാർത്ഥത എന്നുള്ളതിനാണ്. ഇത് വ്യാവഹാരികമല്ല, ഭാവനയല്ല, കൽപ്പനകളല്ല, വെറും കേവലമായ ഒരു അറിവല്ല, നമ്മുടെ ചിത്തവൃത്തികളല്ല. ആത്മസ്വരൂപത്തിലാണിത്. പാരമാർത്ഥികമായ സത്യം ഇതാണ്. സത്യത്തിന്റെ സ്വരൂപം ഇങ്ങനെയാണ്. സത്യത്തെ ഇങ്ങനെ വർണ്ണിക്കാൻ പറ്റൂ എന്ന് ബോധിപ്പിക്കുകയാണ്. ആ സത്യമാണ് നീ എന്നാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. കഥം ഉത്പത്തി പ്രളയോരഭാവ ഇത്യുച്യതേ ദ്വൈതസ്യ സത്വ. ഇതെങ്ങനെ പറയാൻ കഴിയും? ഇതൊന്നുമില്ല എന്ന് അങ്ങനെ പറയാൻ കഴിയുന്നില്ലല്ലോ. കാരണം തന്റെ അനുഭവം ഇതെല്ലാം ഉള്ളതായിട്ടാണ്. തന്നെ ബദ്ധനായിട്ടും മുമുക്ഷുവായിട്ടും സാധകനുമായിട്ടാണ് താൻ അറിയുന്നത്. പിന്നെ ഇതൊന്നുമില്ല എന്ന് നിഷേധിക്കുന്ന എങ്ങനെ? പറയുന്നു ദ്വൈതസ്യ അസത്വ. ആ പരമാർത്ഥത്തിൽ, പരമാർത്ഥ തത്വത്തിൽ, ആത്മസ്വരൂപത്തിൽ, ഇതിന്റെ വാസ്തവസ്ഥിതിയിൽ അവിടെ ഈ ദ്വൈതങ്ങളൊന്നുമില്ല. ഈ അനുഭവവേളയിലല്ല. ഇവിടെ ദ്വൈതമുണ്ട്. സുഷുപ്തി പോലെ. സുഷുപ്തി ഒരു അനുഭവമാണ്, പക്ഷെ അവിടെ ദ്വൈതമില്ല. അതുപോലെ ആത്മസ്വരൂപത്തിൽ ഈ കാണുന്ന ദ്വൈതങ്ങളൊന്നുമില്ല. ഇതാണ് ദ്വൈതം എന്ന് പറയുന്നത്. ബന്ധമോക്ഷങ്ങളാണ് ദ്വൈതം. ഈ ബന്ധമോക്ഷങ്ങൾ നിന്റെ വാസ്തവ സ്വരൂപത്തിൽ, നിന്റെ വാസ്തവ സ്വരൂപം എന്ന് പറയുമ്പോൾ നിന്റെ ശരീരത്തിനും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും പ്രാണനും നിന്റെ ചിന്തകൾക്കും എല്ലാം അതീതമായ നിന്റെ ബോധസ്വരൂപം. അങ്ങനെ മനസ്സിലാക്കാമല്ലെങ്കിൽ
നിന്റെ ചിന്തയും പ്രാണനും ഇന്ദ്രിയങ്ങളും ശരീരവും ഈ വികാര വിചാരങ്ങളെല്ലാം ഏതൊരു സത്തയിലാണോ സ്ഫുരിക്കുന്നത്, ഏതൊരു ബോധത്തിലാണോ ഇതെല്ലാം പ്രകാശിക്കുന്നത്, ആ പരമാർത്ഥ ബോധത്തിൽ, ജ്ഞാനസ്വരൂപത്തിൽ, അവിടെ ദ്വൈതസ്യ അസത്വം, അവിടെ ഈ ദ്വൈതമില്ല. അതുകൊണ്ട് ആ ലക്ഷ്യത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത് അവിടെ ഇതില്ല എന്ന് തന്നെ അത് വ്യക്തമായി ധരിക്കണം. ഇത് തന്നെ ശ്രുതിയും പറയുന്നു. ആചാര്യൻ മാത്രമല്ല പറയുന്നത്. എത്ര ഹിദ്വൈതം യോ ഭൂതി ഏഹ നാനേവ പശ്യതി ആത്മീയവേദം സർവം ബ്രഹ്മേവേദം സർവം ഏകമാവാദ്വിതീയം ഇതം സർവം ഇതയമാത്മാ. ആ ശ്രുതിയെ ആവർത്തിച്ച് പറയണം. നമുക്ക് പലതവണ പറഞ്ഞ ശ്രുതികളാണ്. സത്യത്തെ ശ്രുതിയിൽ നിന്ന് തന്നെ ബോധിക്കണം. അതിനുവേണ്ടി പറയുന്നതാണ്. ശ്രുതി പ്രമാണമായി പറയുന്നതിന്റെ താല്പര്യം അതാണ്. തന്റെ വചനമായി ഇതിനെ ബോധിക്കരുത്, ശ്രുതിയായിട്ട് തന്നെ ബോധിക്കും. സത്യദർശികളുടെ വചനമായിട്ട് തന്നെ ബോധിക്കണം. പൂർവാചാര്യന്മാരുടെ അഭിപ്രായമായിട്ട് തന്നെ ഇതിനെ ബോധിക്കണം. അതിനുവേണ്ടി ശ്രുതിയെ പറയുന്നു. ഇതം സർവമേതയമാത്മാ ഇത്യാദി നാനാശ്രുതിഭ്യോ ദ്വൈതസ്യ അസത്വം സിദ്ധം. ഈ നാനാശ്രുതികളും ആ പാരമാർത്ഥികമായ നിലയിൽ ഈ കാണുന്ന ദ്വൈതത്തിന് നിലനിൽപ്പില്ല എന്ന് ബോധിക്കുകയാണ്. സദോഹി ഉത്പത്തി പ്രളയോ നാസത ശേഷവിഷാണാദേഹി. ഉത്പത്തി പ്രളയങ്ങളൊക്കെ ഏതിനാണ്? ഉള്ളതിനാണ്. ഉണ്ട് എന്ന് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു വസ്തു, അതിനാണ് സത്തെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു വസ്തുവിനെ സംബന്ധിച്ച് നമുക്ക് ഉണ്ട് എന്ന് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അതിന് ഉത്പത്തി പ്രളയങ്ങളെല്ലാം വരാം. ശശവിഷാണം, മുയൽക്കൊമ്പ് കൽപ്പന മാത്രമാണ്. ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് അനുഭവമില്ല, ഇല്ലാത്തതുകൊണ്ട് അതിനെങ്ങനെ ഉത്പത്തി പ്രളയങ്ങളുണ്ടാകും? ആ പാരമാർത്ഥിക നിലയിൽ ഈ വ്യവഹാരത്തെ കാണുമ്പോൾ അത് ശശവിഷാണത്തിന് സമമാണ്. ഈ നിലയിൽ നിന്ന് കാണുമ്പോഴല്ല, ഈ നിലയിൽ ഉണ്ടാണ്, ഉണ്ട് എന്നുള്ള അനുഭവമാണ്. അതുകൊണ്ട് ഇതിന് ഉത്പത്തി പ്രളയങ്ങളൊക്കെ ഇപ്പോൾ അംഗീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് ഈ നിലയിൽ നിന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. പാരമാർത്ഥികമായ നിലയിൽ ഏതുപോലെ സുഷുപ്തി പോലെ പറഞ്ഞല്ലോ, അവിടെ നമുക്ക് ഒന്നിനെ ഉണ്ട് ഇല്ല എന്ന് പറയാൻ വയ്യ. ദ്വൈതം അവിടെ നിലനിൽക്കുന്നില്ല. ഇന്നതുണ്ട് ഇന്നതില്ല എന്ന് നമുക്ക് ആരെങ്കിലും ബോധിപ്പിക്കാനോ ഒന്നിനെ നിഷേധിക്കാനോ സാധ്യമല്ല. അതിന് സമാനമായ പാരമാർത്ഥികമായ ആ തത്വത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയുകയാണ്, അവിടെ ഇതെല്ലാം ശശവിഷാണ സമമാണ്. ഇതിനെ സംബന്ധിച്ചുകൊണ്ടില്ല എന്നൊന്നും പറയാൻ കഴിയത്തില്ല. നാഭി അദ്വൈതം ഉത്പദ്യതേ ജീയദേവ. അതിനാണെങ്കിലോ ഉത്പത്തി ലയങ്ങളില്ല. പരമാർത്ഥത്തിന്, സത്യത്തിന്, നിന്റെ സ്വരൂപത്തിന് ഉത്പത്തി ലയങ്ങളില്ല. നിന്റെ ഉത്പത്തിയെ നീ എന്തെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. നമുക്കറിയാൻ വയ്യ. നമ്മിൽ പലതും ഉത്പന്നമാകും നമ്മൾ കാണുന്നുണ്ട്. മനസ്സും ബുദ്ധിയും ചിത്തവും ശരീരവും ശരീരത്തിന്റെ ഭാഗങ്ങളും എല്ലാം ഉത്പന്നമാകുന്നുണ്ട്, വളരുന്നുണ്ട്, നശിക്കുന്നുമുണ്ട്. പക്ഷേ തന്റെ ഉത്പത്തി ലയത്തെ താൻ ഒരിക്കലും അറിയാറില്ല. തനിക്കൊരിക്കലും അതറിയില്ല, ആരും അറിയുന്നവരുമില്ല. എന്തുകൊണ്ട്? തന്റെ സ്വരൂപം പരമാർത്ഥമാണ്. അതിന് ഉത്പത്തി ലയങ്ങളില്ല. അതുകൊണ്ട് തന്നെ അതിനറിയാനും കഴിയുന്നില്ല. തന്റെ ജനനം മരണം എന്നെല്ലാം കൽപ്പിക്കുന്നത് ഈ ശരീരത്തിന്റെ ജനനത്തെയാണ്. അതും കേവലം കൽപ്പന മാത്രം. തന്റെ ശരീരത്തിന്റെ ഉത്പത്തി പോലും താൻ കണ്ടിട്ടില്ല. തന്റെ ശരീരത്തിന്റെ നാശവും തനിക്ക് കാണാൻ കഴിയുന്നില്ല. താൻ തന്റെ സ്വരൂപം അത് ഉത്പന്നമാകുന്നില്ല, നശിക്കുന്നില്ല. അതുകൊണ്ടാണ് തന്റെ ഉത്പത്തിയായിട്ട്
തന്റെ നാശമായിട്ട് ഒന്നും തനിക്ക് കാണാൻ കഴിയാത്ത, ജനിച്ചാലും മരിച്ചാലും അത് കാണാൻ കഴിയുന്നില്ല. എന്റെ ജനനത്തെയോ എന്റെ മരണത്തെയോ അറിയുന്ന ആരുമില്ല. എന്തുകൊണ്ട്? താൻ ആ ജനന മരണങ്ങൾക്ക് അതീതനായതുകൊണ്ട് തന്നെ. അദ്വൈതം ഉത്പദ്ധ്യതേ ലീയദേവ, ആ അദ്വൈതത്തിന് ഉത്പത്തി നാശങ്ങളില്ല. അത് പരമാർത്ഥമാണ്. അദ്വൈതം ച ഉത്പത്തി പ്രളയവച്ഛേദി വിപ്രതിഷിദ്ധം. ഒരു വസ്തുവിനെ നിങ്ങൾ ഏകമായി അദ്വൈതമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഉത്പത്തി പ്രളയങ്ങളെ കുറിച്ച് പറയുക അത് വിരുദ്ധമായ കാര്യമാണ്. ഈ കാണുന്ന താൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഉത്പത്തി പ്രളയങ്ങളോ ഈ ലോകത്തിന്റെ ഉത്പത്തി പ്രളയങ്ങൾ അതും പരമാർത്ഥദർശിയെ സംബന്ധിച്ചിടത്തോളം തന്നിൽ നിന്ന് അന്യമല്ല. തന്നിൽ നിന്ന് അന്യമായി ഉത്പത്തി പ്രളയങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഉത്പത്തി പ്രളയങ്ങൾ തന്നിൽ സംഭവിക്കുന്നില്ല. യസ്തു പുനർദ്വൈത സംവ്യവഹാര സരജ്ജു സർപ്പവത് ആത്മനി പ്രാണാദിലക്ഷിത കൽപ്പിതയുക്തം. മറിച്ച് നമ്മുടെ ഈ ദ്വൈത സംവ്യവഹാരം, ഈ അനുഭവങ്ങൾ, ശരീരത്തിന്റെ നാശത്തെ നമ്മൾ അറിയുന്നു, പ്രദക്ഷിണം നശിച്ചുകൊണ്ടിരിക്കുന്നു, ഈ ശരീരത്തിൽ നടക്കുന്ന പ്രാണപ്രവൃത്തികൾ, അതിന്റെ വൃദ്ധിക്ഷയങ്ങൾ, ഇതെല്ലാം നമുക്ക് അനുഭവമാണ്. ഇതിന് ആത്യന്തികമായി എന്താണ്? ഇത് ആരോപിതമായി തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഉത്പത്തിസ്ഥിതി ലയങ്ങളില്ലാത്ത തുര്യനിൽ ജാഗ്രത സ്വപ്ന സുഷുപ്തികളെല്ലാം ഈ അവസ്ഥകളെല്ലാം അനുസ്യൂതമായിരിക്കുന്ന, മാറാതിരിക്കുന്ന തന്റെ സത്തയിൽ, തന്റെ ഉണ്മയിൽ, തന്റെ ബോധസ്വരൂപത്തിലുള്ള കൽപ്പനകളാണ്. അതിനുണ്ടായും മറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നഹി മനോവികൽപ്പനായ രജ്ജു സർപ്പാദിലക്ഷണായ രജ്ജുവാം പ്രളയ ഉത്പത്തിർവ. ഭ്രാന്തികൾ നമുക്ക് അനുഭവപ്പെടുന്നത്, രജ്ജു സർപ്പാദികൾ ഭ്രാന്തി ആയതുകൊണ്ട് തന്നെ അത് രജ്ജുവിൽ നിന്നും ഉണ്ടായില്ല, രജ്ജുവിൽ വിലയിച്ചതുമില്ല. അവിടെ ഉണ്ടായി, അവിടെ വിലയിച്ചു എന്നുള്ള നമുക്ക് വേണമെങ്കിൽ പറയാം. അത് കേവലം കൽപ്പന മാത്രമാണ്, മനസ്സിന്റെ കൽപ്പനയാണ്. ബാഹ്യമായി കാണുന്ന അതിന്റെ അധിഷ്ഠാനവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. മനസ്സ് തന്നിലാണ് പ്രവർത്തിക്കുന്നത്, പുറമേയല്ല. കയർ കാണുന്നത് പുറമെയാണ്. അപ്പൊ തന്നിൽ പ്രവർത്തിക്കുന്ന ഈ മനസ്സിന്റെ വികല്പങ്ങൾക്ക് പുറമെ കാണുന്ന ആ വസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ കണ്ടതിന് അവിടെ ജനനമോ മരണമോ സംഭവിച്ചിട്ടില്ല. അത് കേവലം മനോവികൽപ്പനയാണ്. എന്നൊക്കെ മനസ്സിൽ രജി സർപ്പസി ഉത്പത്തി പ്രളയോവ. ഈ മനസ്സിൽ അങ്ങനെ ഒരു സർപ്പം ഉണ്ടാവുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല. ബാഹ്യമായി കാണുന്ന സ്ഥൂലമായ നിശ്ചിതമായ പരിണാമമുള്ള ഒരു സർപ്പത്തിനും മനസ്സിലുണ്ടാകാൻ പറ്റത്തില്ല. അത് ഉള്ളിലാണ്, അവിടെയും അത് സംഭവിച്ചിട്ടില്ല, പുറമേയും സംഭവിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ഉഭയതോവ, രണ്ട് സ്ഥലത്തുമായിട്ട് സംഭവിച്ചിട്ടില്ല. കുറച്ച് പുറമേയും കുറെ ഉള്ളിലുമായിട്ട് എന്തെങ്കിലും സംഭവിച്ചോ, അത് സംഭവിച്ചില്ല. സർപ്പം കുറെ ഉള്ളിലായിരുന്നു, കുറെ പുറമേയായിരുന്നു, അതും പറയാൻ നിവൃത്തിയില്ല. ഒരു ഭ്രാന്തിയും നമ്മൾ കാണുന്ന രൂപത്തിൽ മനസ്സിനുമില്ല, പുറമേയില്ല. കാണുന്ന രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ആ വസ്തുവായിട്ട്, സർപ്പം ഒരു വസ്തുവായിട്ട് മനസ്സിലില്ല. മനസ്സിലൊരു ഭാനം മാത്രം, ഒരു പ്രതീതി മാത്രം. സർപ്പം എന്ന് പറഞ്ഞാൽ അതിന് നിശ്ചിതമായ ആകൃതിയുണ്ട്, നിശ്ചിതമായ പരിണാമമുണ്ട്, നിശ്ചിതമായ സ്വഭാവവിശേഷങ്ങളുണ്ട്, നിശ്ചിതമായ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളോടും ആ വിശേഷതകളോടും കൂടി അങ്ങനെ ഒരു സാധനം മനസ്സിലില്ല. പുറമെയാണെങ്കിലോ ഇല്ല എന്നുള്ളത് ഉറപ്പുമാണ്. അപ്പോൾ പിന്നെ ഇതെന്താ?
ഇതൊരു ഭാനം, ഒരു പ്രതീതി, അർത്ഥശൂന്യമായ ഒരു അനുഭവം. അതുകൊണ്ട് തന്നെ കൽപ്പന എന്ന് പറയുന്നു, മനോകൽപ്പന. അതുപോലെ ഈ പ്രപഞ്ചം ആകമാനം ആ തുര്യന്റെ ഭാനം മാത്രമാണ്. ഏകനായിരിക്കുന്ന ആ തുര്യൻ അനേകനായി ഭാസിക്കുന്നതാണ്. മറ്റുള്ളതെല്ലാം അതിൽ പരിണാമങ്ങൾ, ഗുണവിശേഷങ്ങൾ, സ്വഭാവവിശേഷങ്ങൾ, ഇതെല്ലാം എങ്ങനെയാണോ സർപ്പത്തിൽ കൽപ്പിച്ചത് അതുപോലെ സർപ്പകൽപ്പനയെപ്പോലെയുള്ള തുര്യന്റെ കൽപ്പനകൾ മാത്രമാണ്. അതിനപ്പുറമായി എന്തോ ഉണ്ടെന്ന് നമ്മൾ ധരിക്കുന്നു. എന്താണ് നമ്മൾ ധരിക്കുന്നത്? അതിലൊരു വസ്തുസ്ഥിതി, മറ്റെന്തോ വിശേഷതകളുണ്ടെന്ന് ജീവൻ ധരിക്കുകയാണ്. അങ്ങനെ ഒന്നും അവിടെ ഇല്ല. മുമ്പും പറഞ്ഞു എന്താണത്, തുര്യനിൽ നിന്നും അന്യമായിട്ട് അങ്ങനെ ഒന്നില്ല. അവിടെ എന്തെങ്കിലും അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉണ്മയോ ബോധമോ എല്ലാം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം ആ തുര്യന്റെ തന്നെയാണ്, തുര്യന്റെ തന്നെ ഭാനമാണ്, വിലാസമാണ്. അതെന്നുവെച്ച ഉഭയതോ തഥാ മാനസത്വ അവിശേഷാ ദ്വൈതസ്യ എന്ന് പറഞ്ഞെന്താണ്, ഇത് കേവലം ചിത്തസ്പന്ദനമാണ്. പ്രപഞ്ചം അനുഭവപ്പെടുന്നത് മനസ്സിലൂടെയാണ്. മനസ്സ് തുര്യന്റെ സ്പന്ദനവും. സ്ഥൂലമായി കഠിനമായി എല്ലാം അനുഭവപ്പെടുന്നത് ഉള്ളിലിരിക്കുന്ന ചഞ്ചലമായ മനസ്സാകുന്നത് എങ്ങനെ എന്ന് ചിന്തിക്കും. മനസ്സെന്ന് പറയുന്നത് നമുക്കറിയാം, മനസ്സിലെ ഭാവനകളൊന്നും മൂർത്തരൂപത്തെ പ്രാപിക്കാറില്ല. മനസ്സിൽ സർപ്പത്തെ ഭാവന ചെയ്താൽ ബാഹ്യമായ സർപ്പമാകാറില്ല. പക്ഷെ മനസ്സിന്റെ ഭാവനയും പുറമേ കാണുന്ന സർപ്പവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് സർപ്പം പോലെ എന്നിങ്ങനെ പറയാൻ പറ്റും. ആ തുര്യന്റെ സ്പന്ദനം, മനസ്സ്പന്ദനം എന്ന് പറയുമ്പോൾ ആ സ്പന്ദനത്തിന്റെ സവിശേഷതകളാണ് ഇതെല്ലാം. അതിൽ കാണുന്ന അകവും പുറവും, സ്ഥൂലവും സൂക്ഷ്മവും, കാഠിന്യവും മൃദുത്വവും, വിഭിന്ന പരിണാമങ്ങൾ, അണു, മഹത്ത്, ഹ്രസ്വം, ദീർഘം, ഇതെല്ലാം ചിത്തസ്പന്ദനത്തിന്റെ സവിശേഷത. തുര്യന്റെ ചിത്തസ്പന്ദനത്തിന് അതിന്നത് ആയിരിക്കണമെന്നില്ല. അത് മൃദുവായിരിക്കണമെന്നോ കഠിനമായിരിക്കണമെന്നോ നിയമമില്ല. എന്തുമാകാം. അത് ഉള്ളിലായിരിക്കണമെന്നോ പുറമേ ആയിരിക്കണമെന്നോ ഇല്ല. തുര്യന്റെ സ്പന്ദനത്തിൽ ഉള്ളും പുറവും സൃഷ്ടിക്കുന്നു, സ്ഥൂലവും സൂക്ഷ്മവും സൃഷ്ടിക്കുന്നു, അണുവിനെയും മഹത്തിനെയും സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ആകമാനം എടുത്തുകൊണ്ടാണ് പറയുന്നത്. അല്ല കേവലമായ ഈ ജീവന്റെ മനസ്സ്പന്ദനത്തെ എടുത്തുകൊണ്ടല്ല പറയുന്നത്. അത് വെച്ച് അതിനെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് യുക്തിക്ക് നിരക്കാതെ വരും. ആ തുര്യന്റെ ചിത്തസ്പന്ദനത്തിൽ ഒരു ജീവന്റെ സ്പന്ദനം ഉണ്ടായി, ആ ജീവന് മനസ്സുണ്ടായി, ആ ജീവന്റെ മനസ്സിൽ അകവും പുറവും വന്നു, പുറമേയുള്ള പ്രപഞ്ചം വന്നു, ആകമേയുള്ള പ്രപഞ്ചം വന്നു. ഇത് ആകമാനം എന്താണ്? ആ തുര്യന്റെ സ്പന്ദനമാണ്. ചിത്തസ്പന്ദനമെന്നോ മായാപ്രകടനമെന്നോ എന്ത് വേണോ പറയാം. അതിൽ ആ തുര്യനിൽ നിന്നും അന്യമായ ഒരു പരമാർത്ഥത ഇല്ലാതാ പറയുന്നത്. തുര്യന്റെ തന്നെ മനസ്സ്പന്ദനമായതുകൊണ്ട് അതിൽ കാണുന്ന പരമാർത്ഥത ആ തുര്യന്റേത് തന്നെയാണ്. അതിലെ സത്യത്വം എന്ന് പറയുന്നത് ആ തുര്യന്റേത് തന്നെയാണ്. അതിൽ ജീവഭാവത്തിൽ തുടങ്ങി ഉള്ളും പുറവും വന്നു, സ്ഥൂലവും സൂക്ഷ്മവും ബാഹ്യവും ആഭ്യന്തരവും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ആ ജീവനെ സംസാരി എന്ന് വിളിക്കുന്നു. അവനിൽ നിന്ന് ആ സംസാരഭാവം, ജീവഭാവം നിവർത്തിച്ചാൽ
ആ തുര്യഭാവത്തിൽ സ്ഥിതനായി കഴിഞ്ഞാൽ ഇതെല്ലാം അവനെ ബന്ധിക്കുന്ന തരത്തിലുള്ള ഈ ദ്വൈത അനുഭവം അവിടെ ഇല്ല. അതുകൊണ്ട് മാനസത്വ അവിശേഷ ദ്വൈതസ്യ. അതുകൊണ്ട് ഈ ദ്വൈതം അതെന്തായാലും ശരി, രജ്ജുവിലെ സർപ്പമായാലും ശരി, പുറമേ കാണുന്ന സർപ്പമായാലും ശരി, രജ്ജു ആയാലും ശരി, അകമേയുള്ള മനോരഥങ്ങൾ സങ്കല്പങ്ങളായാലും ശരി, ബാഹ്യമായി കാണുന്ന വസ്തുക്കളായാലും ശരി, ഇതെല്ലാം മാനസമാണ്. ഏകനായിരിക്കുന്ന ആ തുര്യന്റെ സ്പന്ദനങ്ങളാണ്, അല്ലെങ്കിൽ ആ ഏകനായിരിക്കുന്ന അന്തര്യാമിയുടെ മായാശക്തിയുടെ പ്രകടനങ്ങളാണ്. ഒന്ന് പലതായി കാണുന്നതാണ്, ഒരു തത്വം നാനാരൂപത്തിൽ ഭാസിക്കുന്നതാണ്. അതിന് തന്നെയാണ് നമ്മൾ സഗുണമെന്നും നിർഗുണമെന്നും എല്ലാം പറയുന്നത്. സാകാരനെന്നും നിരാകാരനെന്നും എല്ലാം പറയുന്നത് ഒരു തത്വത്തെ തന്നെയാണ്. ആ തരത്തിലാണ് പറയുന്നത് മാനസത്വ അവിശേഷം. ഇത് മാനസം തന്നെയാണ്, മറിച്ച് ധരിക്കരുത്. അല്ല എന്റെ മനസ്സാണ്, അങ്ങനെ ധരിക്കരുത്. എന്റെ മനസ്സും എന്താണ്? ഈ കൽപ്പനയിൽ അന്തർഭവിച്ചു പോയി, കൽപ്പനയുടെ ഒരു ഭാഗമായി. നഹി നിയതേ മനസ്സി സുഷുപ്തേവ ദ്വൈതം ഗൃഹ്യത. നിയത മനസ്സ്, സമാധിസ്ഥമായ മനസ്സിനെ നിഗ്രഹിച്ച് സമാധി എന്ന് പറയുന്ന അവസ്ഥയെ പ്രാപിക്കുക, അവിടെ ദ്വൈതാനുഭവമില്ല. അല്ല സർവ്വസാധാരണമായി വരുന്ന സുഷുപ്തി മറ്റൊരു പരിശ്രമം ആവശ്യമുണ്ട്. ഒരു പരിശ്രമവും ആവശ്യമില്ലാതെ സഹജമായി വരുന്ന സുഷുപ്തി, അവിടെ ആരാ ദ്വൈതത്തെ ഗ്രഹിക്കുന്നത്? ദ്വൈതഗ്രഹണം അവിടെ ഇല്ല. ദ്വൈതത്തെ ഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്കത് പരമാർത്ഥമെന്ന് അനുഭവപ്പെടുന്നത്. അതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദ്വൈതഗ്രഹണത്തിൽ പരമാർത്ഥബോധം. ആദ്യം ദ്വൈതത്തെ ഗ്രഹിക്കുന്നു, അതോടൊപ്പം വരുന്ന ഇത് സത്യമാണ് എന്നുള്ള ബോധം. അപ്പോൾ സത്യബോധം ഈ ദ്വൈതത്തിൽ വരണമെങ്കിൽ എന്ത് വേണം? ദ്വൈതഗ്രഹണം സംഭവിക്കും. അപ്പോൾ നമ്മൾ വാദിക്കും, ഇത് സത്യമാണോ അതോ കൽപ്പനയാണോ? ചിലർ പറയും ഇത് സത്യമാണ്, ചിലർ പറയാനുള്ള ഇത് കൽപ്പനയാണ്. രണ്ടിനും പ്രമാണങ്ങളുണ്ട്, യുക്തിയുണ്ട്. ഇവിടെ പറയുന്നു ദ്വൈതത്തെ ഗ്രഹിക്കാതിരുന്നാലോ? ദ്വൈതത്തെ ഗ്രഹിക്കാതിരുന്നു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ സത്യബോധം വരും? അതിവിടെ ഗ്രഹിക്കാതിരിക്കും. സുഷുപ്തിയിൽ ദ്വൈതത്തെ ഗ്രഹിക്കുന്നില്ല, അവിടെ ആർക്കും വാദമില്ല, അവിടെ സത്യബോധവും സത്യമാണോ മിഥ്യയാണോ എന്നുള്ള തർക്കം അവിടെ ഇല്ല. അതുകൊണ്ട് ദ്വൈതഗ്രഹണം എവിടെ ഇല്ലയോ അവിടെ അദ്വൈതം സ്പഷ്ടമാണ്. സുഷുപ്തി, സമാധി, മൂർച്ഛ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവിടെ അദ്വൈതം സ്പഷ്ടമാണ്. കാരണം അവിടെ ഈ വിവാദമില്ല, സത്യമാണോ അസത്യമാണോ എന്നുള്ള ചർച്ചയില്ല. അവിടെ ശേഷിക്കുന്ന എന്തോ അത് തന്നെ അദ്വൈതം. മനസ്സടങ്ങിയാൽ ശേഷിക്കുന്നെന്തോ അതാണ് അദ്വൈതം. അവിടെ ആ മനസ്സടങ്ങിയിരിക്കുന്നു ഈ പറയുന്ന അവസ്ഥകളെല്ലാം. അതൊരു ദൃഷ്ടാന്തമായി പറയുകയാണ്. അതുപോലെയാണ് അദ്വൈതത്തെ ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നാണ്. അതോ മനോവികൽപ്പന മാത്രം ദ്വൈതമിതി സിദ്ധം. അതുകൊണ്ട് എന്താണ്? ഇത് മനോവികൽപ്പനമാണ്, മനസ്സിന്റെ ആരോപണമാണ്, തുര്യന്റെ കൽപ്പനയാണിത്. അതാണ് ദ്വൈതം. തസ്മാസൂക്തം ദ്വൈതസ്യ അസത്വ നിരോധാദ്യഭാവോ പരമാർത്ഥത. അതുകൊണ്ടിവിടെ പറഞ്ഞത് സ്പഷ്ടമാണ്, വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എന്നാണ്. അത് കേട്ടിട്ടും നമുക്ക് വ്യക്തമാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്നുള്ളതല്ല, നമ്മൾ വ്യക്തമായി കേട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇത് വ്യക്തമായി കേട്ടുകഴിഞ്ഞാൽ ഇത് വ്യക്തമാണ്. എന്താണ്? ദ്വൈതസ്യ അസത്വം. ഈ പ്രതീതികളൊന്നും പരമാർത്ഥമല്ല. ഈ പ്രതീതികൾ പരമാർത്ഥമല്ല എന്നുള്ളത് ഒരു യുക്തിക്കും ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിനും ഒന്നും വിരോധമുള്ള കാര്യമല്ല. സർവ്വയുടെ അനുഭവം തന്നെ എന്താണ്? ഇത് പരമാർത്ഥമല്ല എന്നുള്ളതാണ്.
സർവരും ഇതിനെല്ലാം പരമാർത്ഥമല്ലാതെ തന്നെ ബോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മറിച്ച് നമ്മൾ കൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് സത്യമാകാം, സത്യമായിരിക്കാം, കൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ട്? ആ സത്യം ഈ അനുഭവത്തിലെല്ലാം സ്ഫുരിക്കുന്നതുകൊണ്ട് ആ സത്യത്തെ ഈ അനുഭവങ്ങളിൽ കാണാൻ ശ്രമിക്കുകയാണ്. അല്ലാതെ ഒരു ദൃശ്യവും നമ്മൾ ബോധിപ്പിക്കുന്നില്ല ഞാൻ സത്യമാണ് എന്നൊന്നും ബോധിപ്പിക്കുന്നില്ല. മനസ്സിനെ കാണുന്ന എങ്ങനെ അസത്യമായിട്ട്. പക്ഷേ ആ ബോധത്തിൽ തന്നെ സ്ഫുരിക്കുന്ന സത്യം ഈ വിഷയങ്ങളോട് ചേർന്ന് പ്രകാശിക്കുമ്പോൾ ഇത് നമുക്ക് സത്യമായി അനുഭവപ്പെടുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ദ്വൈതസ്യ അസത്വ, ദ്വൈതം അല്ല സത്യം. തുര്യനാണ് സത്യമായിരിക്കുന്നത്, തന്റെ സ്വരൂപമാണ് സത്യമായിരിക്കുന്നത്. നിരോധാദി അഭാവ പരമാർത്ഥത. അതുകൊണ്ട് ഉത്പത്തി, നിരോധം, ഇതിന്റെ എല്ലാം അഭാവം, അതാണ് പരമാർത്ഥം, അതാണ് പരമാർത്ഥത എന്നാണ്. അത് കാരികയുടെ താല്പര്യം അവിടെ പറഞ്ഞു. എന്താണ് പരമാർത്ഥം, എവിടെയാണ് ഇതൊന്നും ഇല്ലാതായിത്തീരുന്നത്, അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ പരമാർത്ഥം, സത്യം, അദ്വൈതം എന്നെല്ലാം പറയുന്നതിന് വരുന്ന ചില സംശയങ്ങളെ അടുത്ത് പരിഹരിക്കുകയാണ്. ഇദ്ദേഹം ദ്വൈതാഭാവേ ശാസ്ത്രവ്യാപാരോ നദ്വൈതേ വിരോധ. ഈ ശാസ്ത്രം നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഈ ദ്വൈതാനുഭവം ഇത് അസത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഈ ദ്വൈത അനുഭവത്തിൽ ഉൾപ്പെടുന്നതാണല്ലോ നമ്മൾ ഈ കേൾക്കുന്നത്. ശ്രവണം, ശ്രുതി, ഗുരുവിന്റെ ഉപദേശം, ഗുരു, ഇതെല്ലാം അദ്വൈതത്തിൽപ്പെട്ട് കഴിഞ്ഞു. ഇതെല്ലാം ചേർന്നിട്ട് നമ്മളെ ബോധിപ്പിക്കുന്ന എന്താണ്? ഈ ദ്വൈതങ്ങൾ ചേർന്ന് അദ്വൈതത്തെ ബോധിപ്പിക്കുന്നു. അതെങ്ങനെ സാധിക്കും? ഇതെല്ലാം തുര്യന്റെ ചിത്തസ്പന്ദനമാണെന്ന് പറയും. ആ നിലയ്ക്ക് ഇതെല്ലാം അസത്യമാണെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നതും ഈ കേൾക്കുന്നതും എല്ലാം കൂടി ചേർന്ന് ഈ അസത്യം ഇതെന്ത് ചെയ്യുന്നു? ഇതാണ് സത്യത്തെ ബോധിപ്പിക്കുന്നത്. അസത്യത്തിന് സത്യത്തെ ബോധിപ്പിക്കാൻ പറ്റും. സത്യത്തിൽ വ്യവഹാരമില്ല, സത്യത്തിന് സത്യത്തെ ബോധിപ്പിക്കാൻ പറ്റത്തില്ല. അസത്യം ബോധിപ്പിച്ചാൽ എങ്ങനെ സത്യമാകും? അസത്യം ചൂണ്ടിക്കാണിക്കുകയാണ്, ഇതാണ് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസത്യത്തിന് എങ്ങനെ സത്യത്തെ ബോധിപ്പിക്കാൻ പറ്റും? അസത്യം ബോധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ സത്യം എന്ന് പറയുന്നതിന് എന്താ അർത്ഥമാണ്? സത്യത്തിന്റെ നിർവചനം എന്താണ്? മൂന്ന് കാലത്തും അല്ലെങ്കിൽ മൂന്നവസ്ഥയിലും ബാധിക്കാതിരിക്കുന്നതാണ് സത്യം. അസത്യം ബാധിച്ചു പോകുന്നു. ഈ അനുഭവപ്പെടുന്ന സർവവും ചിത്തസ്പന്ദന രൂപത്തിലുള്ളതാണെന്ന് പറയുന്നു. ഏകനായിരിക്കുന്ന, അദ്വൈതനായിരിക്കുന്ന തുര്യന്റെ സ്പന്ദനമാണ്. അതാണ് ശാസ്ത്രമായും ശ്രുതിയായും ഉപദേശമായും എല്ലാം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലൂടെയല്ല എന്താ? അദ്വൈതത്തെ ബോധിക്കുകയാണോ? ദ്വൈതത്തിലൂടെ. അതെങ്ങനെ സാധ്യമാകും? ശാസ്ത്രവ്യാപാരോ. അവിടെ നമുക്കെന്ത് സ്വീകരിക്കാം? ദ്വൈതാഭാവേ. ഈ ദ്വൈതത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് നമുക്ക് സ്വീകരിക്കാം. അത്രയും അംഗീകരിക്കാം. അത് കഴിഞ്ഞെന്ന് വരും. ദ്വൈതം ദ്വൈതത്തെ നിലനിർത്തുന്നു, ദ്വൈതം ദ്വൈതത്തെ നശിപ്പിക്കുന്നു എന്ന് പറയും. അദ്വൈതേ,
ഇതിന് അദ്വൈതം എന്ന് പറയുന്ന ഒന്നിൽ പ്രവർത്തിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? വിരോധ, ഇത് രണ്ടും തമ്മിൽ ചേരുന്ന ഒന്നല്ല, പരസ്പര വിരുദ്ധമായ കാര്യമാണ്. അവിടെ ഈ ദ്വൈതത്തിന് എത്തിച്ചേരാൻ ഒക്കത്തില്ല. ആ ദ്വൈതത്തെ അതിന് നേരെ വിരുദ്ധമായതുകൊണ്ട് ഈ ദ്വൈതത്തിന്, ശാസ്ത്രം, ഗുരു, ശിഷ്യൻ എന്ന് പറയുന്ന ഈ ദ്വൈതത്തിന് അതിനെ ബോധിക്കാനോ സാധ്യമല്ല. എന്നാലും നിങ്ങൾ പറയുന്നു, ചില ചോദിക്കാറുണ്ടല്ലോ സാധാരണ രീതിയിൽ, ഇതെല്ലാം മിഥ്യയാണെന്ന് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന നാക്ക് മിഥ്യയല്ലേ, പറയുന്ന വാക്ക് മിഥ്യയല്ലേ? അപ്പോൾ ഈ മിഥ്യയായിരിക്കുന്ന നാക്കുകൊണ്ട്, മിഥ്യയായിരിക്കുന്ന വാക്കുകൊണ്ട് ആണോ നിങ്ങൾ സത്യത്തെ ബോധിപ്പിക്കുന്നത്? മിഥ്യയായിരിക്കുന്ന മനസ്സാണോ സത്യത്തെ ബോധിപ്പിക്കുന്നത്? സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെ ഇവിടെ വേറെ രീതിയിൽ ചോദിച്ചിരിക്കുന്നു. ശാസ്ത്രത്തിന്റെ ഈ അദ്വൈത ബോധനം, ആ ബോധന രീതി അനുസരിച്ച് തന്നെ ശരിയല്ല എന്നാണ്. കാരണം അത് തന്നെ പറയുന്നത് ഇത് അസത്യമാണ്. എന്നിട്ടത് അദ്വൈതത്തെ ബോധിപ്പിക്കുന്നു. നിങ്ങൾ ബോധിച്ചു എന്നും പറയും. ഇത് പരസ്പര വിരുദ്ധമുള്ള കാര്യമാണ്. ഇതെങ്ങനെ സംഭവിക്കും എന്നാണ് ചോദ്യം. എന്റെ സമാധാനം തുറന്നു വരുന്നു. ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ